പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. നമ്മൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗമാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. സ്തോത്രം. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സമയമെടുക്കാം. സ്തോത്രം. പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം അതിനെക്കുറിച്ച് ഓവറോളായിട്ട് ഉള്ള ഒരു ചെറിയ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയുന്നത്, ഈ 6-ാമത്തെ അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെ, ചിലർ പറയുന്നത് 20-ാം അധ്യായം വരെ എന്നൊക്കെ, 18-ാമത്തെ അധ്യായം വരെ നമുക്ക് സഭയെ നമുക്ക് ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടതിനായി കാണാൻ കഴിയുന്നില്ല. 6-ാം അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെ. അതിൻ്റെ അർത്ഥം ആ സമയത്ത് സഭ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഇടയ്ക്കുള്ള ഈ അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പീഡനകാലത്ത് സംഭവിക്കുവാനുള്ള സംഭവ വികാസങ്ങളാണ്. അന്ന് ദൈവസഭയ്ക്ക് ഇതിൽ പങ്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. സ്തോത്രം. ഇനി 13-14 വാക്യങ്ങൾ, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഇത് നമ്മൾ ചിന്തിച്ചാൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കി. ഈ സമുദ്രത്തിലും ഭൂമിയിലും കരയിലും കടലിലും എല്ലാമുള്ള സകല ജീവികളും സകല സൃഷ്ടികളും ദൈവത്തെ പുകഴ്ത്തുന്നത് കേട്ടു എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഓഡിബിൾ വോയിസിൽ ഉണ്ടെങ്കിലല്ലേ കേൾക്കാനൊക്കെ ഉള്ളൂ. ഉച്ചരിക്കുന്ന ശബ്ദമുണ്ടെങ്കിലേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. നമ്മൾ കേട്ടു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ സമുദ്രത്തിനോടൊക്കെ സംസാരിക്കുന്നത് കേട്ടോ, ഇവിടെയാണ് ഇത് അപ്പക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ, അതായത് മീൻസ് വെളിപ്പാടാണ്. മീൻസ് യോഹന്നാൻ കേട്ടു എന്ന് പറയുമ്പോൾ അവന് ഒരു പ്രത്യേക നിലയിൽ ആ കാര്യം ഗ്രഹിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ നമ്മൾ മീൻസ് ലിറ്ററലായിട്ട് മാത്രം, അക്ഷരാർത്ഥത്തിൽ മാത്രം ഈ പുസ്തകത്തിലെ വിവരങ്ങളെല്ലാം എടുക്കുന്നത് നമുക്ക് ചിന്താക്കുഴപ്പത്തിന് കാരണമാകും. ഇവിടെ കേട്ടു എന്ന് പറയുമ്പോൾ ഇതെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 19-ാം സങ്കീർത്തനത്തിൽ ആകാശ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാന്റെ കൈവേരെ പ്രസിദ്ധമാക്കുന്നു, പകലിന് വാക്ക് ഒഴിക്കുന്നു, രാത്രി കഴിവ് കൊടുക്കുന്നു, ഭാഷണമില്ല. പക്ഷെ അടുത്ത് പറയുന്ന ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം. പക്ഷെ ഇവിടെ പറയുന്നത് കേൾക്കുന്നു. അതാണ് അതിന്റെ ഡിഫറൻസ്. മനസ്സിലായില്ല? സ്തോത്രം. ഇവിടെ ഇതാണ് സ്തോത്രം. അഭൗമമായ ഒരു അവസ്ഥയിലാണ് കേട്ടു എന്നുള്ളത് ഇവിടെ പറയുന്നത്. അഭൗമമായ ഒരവസ്ഥയിലാണ് കേട്ടു എന്ന് പറയുന്നത്. സ്തോത്രം. അത് മീൻസ് നമ്മള് ശബ്ദതരംഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ശബ്ദതരംഗങ്ങളിലൂടെയാണ് കേൾക്കുന്നത്. അതാണ് യേശു ക്രിസ്തു ധനവാന്റെയും ലാസറിന്റെയും ഉപമ പറഞ്ഞപ്പോൾ തന്നെ ചില ആളുകൾ അതിനെ വിമർശിക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി കാര്യം ഒന്ന് പറയാം. വിമർശനാത്മകമായിട്ട് പല ആളുകൾ ഇതിനെ വിമർശിക്കുന്നത് കൊണ്ടാണ് ഈ വിശദീകരണം പറയുന്നത്. അതായത് ശബ്ദതരംഗങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. ശബ്ദതരംഗങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? വായു വേണം. ഇപ്പം ഒരു ശൂന്യതയാണെങ്കിൽ, ഒരു ശൂന്യതയ്ക്ക് ഇപ്പുറത്ത് നിന്ന് ഇടി വെട്ടിയാലും അതിനപ്പുറത്തോട്ട് കേൾക്കത്തില്ല. കാരണം ശൂന്യതയിലൂടെ എന്ത് വരില്ല? ശബ്ദം വരില്ല. ശബ്ദ തരംഗങ്ങളാണ്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാമല്ലോ, അക്കരെ മലഞ്ചെരുവിൽ നിന്ന് ഒരുത്തൻ മരം വെട്ടുക. നമ്മൾ ഇച്ചിരി ദൂരെ ഇക്കരെ മലഞ്ചെരുവിൽ നമ്മൾ നിൽക്കുക. അയാള് മരം വെട്ടുമ്പോൾ അയാളുടെ കോടാലി തോളെ വരുമ്പോൾ നമ്മൾ ഇവിടെ വെട്ടുന്ന ശബ്ദം കേൾക്കും. അയാൾ കോടാലി തോളെ വരുമ്പോഴാണ് നമ്മളെന്ത്
തിരിച്ച് കോടാലി അടുത്ത വീട്ടിന് വേണ്ടി തോള വരെ ആയപ്പോഴാണ് ആ ശബ്ദ തരംഗം നമ്മുടെ ചെവിയിൽ വന്നത്. അത്രയും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിലേ ശബ്ദത്തിന് ഇവിടെ എത്താൻ കഴിയുന്നുള്ളൂ. എന്നാൽ പ്രകാശം അതിനേക്കാൾ വേഗം സഞ്ചരിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ആ വെട്ടിയ ആ സംഭവത്തിന്റെ അതിന്റെ ആക്ഷന്റെ രശ്മി നമ്മുടെ കണ്ണിൽ വന്നു. അതുകൊണ്ടാണ് അതിന്റെ വ്യത്യാസം. ഇതുപോലെ അപ്പോൾ ശബ്ദം കേൾക്കണമെങ്കിൽ എന്തു വേണം? അന്തരീക്ഷം വേണം. ലാസറിന്റെ ധനവാന്റെ ഉപമയിൽ ധനവാനും ലാസറും ഈ ഭൗമലോകത്തിൽ നിന്ന് അപ്പുറത്ത് ആത്മലോകത്തിലാണ്. ശരിയല്ലേ? ആത്മലോകത്തിലാണ്. ഈ ആത്മലോകത്തിൽ വായുവുണ്ടോ? അന്തരീക്ഷമുണ്ടോ? ശബ്ദം സഞ്ചരിക്കുമോ? ഇത് നമുക്ക് ന്യായമായിട്ടും ചോദിക്കാം. ഇത് ബൈബിളിലെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ബൈബിളിനെ വിലയിരുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വിമർശനാത്മകമായ ചിലർ എഴുതുന്നതാണ്. എന്നാൽ അതിന് നല്ല മറുപടി കൊടുത്തിരുന്നുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ശ്രദ്ധിക്കണേ, ശബ്ദമില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ശബ്ദമില്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് ഈ യോഗ ചെയ്യുന്ന ആളുകൾ, ചില സന്യാസിമാർ, അവരിങ്ങനെ ശിഷ്യന്മാരെ കണ്ടിരുന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ശിഷ്യന്മാരിടയ്ക്ക് തല കുലുക്കും. ആ നോട്ടത്തിലൂടെ ഇയാളുടെ ചിന്തകൾ എന്താണെന്നുള്ളത് അയാൾ ഉൾക്കൊണ്ടുന്നാണ്. വിത്തൗട്ട് ഓഡിബിൾ വോയിസ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ദി മൂവ്മെന്റ് ഓഫ് ദി ഐസ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ഓൾ. അപ്പൊ നമ്മുടെ ആശയവിനിമയം ശബ്ദമില്ലെങ്കിലും എന്ത് ചെയ്യും? നടക്കും എന്നുള്ളത് നമുക്ക് ഈ ഭാരതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണേ, ആത്മലോകത്തിൽ ആശയവിനിമയം നടത്തുന്നതിന് ചെവിയിൽ വരുന്ന ശബ്ദത്തിന്റെ ആവശ്യം ഇല്ലാതെ തന്നെ ആശയവിനിമയം നടത്താൻ കഴിയും. തന്നെയല്ല, അബ്രഹാം പറയുന്നത് വലിയൊരു പിളർപ്പുണ്ടെന്നല്ലേ, തമിഴ് വലിയൊരു. അപ്പൊ ആ പിളർപ്പിനപ്പുറത്തിരിക്കുന്ന അബ്രഹാമിന്റെ ചെവിയിൽ ഈ ധനവാന്റെ ശബ്ദം ചെല്ലത്തക്കതുപോലെ അത്ര ഉച്ചത്തിലാണോ ഈ ധനവാൻ ആളുകൾ വിളിക്കുന്നത്? അതും ശരീരവും ഇല്ല. നമ്മൾ ഈ ആത്മലോകത്തെ കുറിച്ച് ചിന്തിച്ച ശരിക്കും പറഞ്ഞാൽ പഠനാർഹമാണ്. ആത്മലോകം, ഈ ശരീരമില്ല. പിന്നെ ഈ ധനവാന്റെ ദാഹം എന്തുവാണെന്നറിയാമോ? ഫാൻറ്റം പെയിൻ എന്ന് പറഞ്ഞ പോലെ. ഈ നരകത്തിലെ വേദന എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. നരകത്തിലെ പീഡനം നിസ്സാരമല്ല. ഞാൻ ചോദിക്കട്ടെ, ശരീരത്തിന്റെ വേദനയാണോ വലുത്, മനസ്സിന്റെ വേദനയാണോ വലുത്? മനസ്സിന്റെ വേദനയാണ്. മെഡിക്കൽ സയൻസിൽ പോലും ഈ ഫാൻറ്റം പെയിൻ എന്നൊരു ആശയമുണ്ട്. ഫാൻറ്റം പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വപ്നം കാണുക. സ്വപ്നം കണ്ടിട്ട് ചിലർ അലറും. സ്വപ്നം കണ്ട് എന്താ സ്വപ്നം കണ്ടോണ്ട് അലറുന്നത്? ആരോ വന്ന് കഴുത്ത് ഞെരിച്ചുകൊണ്ടിരുന്ന് ശ്വാസം വിടാൻ പോലും അവസാനം ശക്തി ഒരു അരമണിക്കൂറുടെ കഷ്ടപ്പാടിന് ശേഷം ഒന്ന് അലറാൻ കിട്ടു. അതാ നിങ്ങൾ കേട്ടത്. നോക്കണേ, ഇവിടെ അരമണിക്കൂറായിട്ട് ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരുമില്ല ഇവിടെ, കഴുത്തലൊരുത്തരും പിടിച്ചിട്ടുമില്ല. പൊന്നു സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് പഠിക്കാറുണ്ടല്ലോ. അയ്യോ, ഒരു മനുഷ്യനവിടെ പോകല്ലേ എന്ന് വിചാരിക്കും. വെറുതെയാണോ എൻ്റെ കർത്താവ്? അയ്യോ കഷ്ടമെന്നല്ല പറഞ്ഞത്. അയ്യോ കഷ്ടം. അപ്പൊ അല്ല, ഈ ധനവാൻ പറയുന്നത് കേട്ടേ, ലാസറുടെ വിരലിന്റെ അറ്റം ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട്
എടാ വിരലിന്റെ അറ്റം നോക്കി ഈ തീക്കകത്തൂടെ കൊണ്ടുവരണം. പിന്നെ അതുണ്ടോ? ഇല്ല. പക്ഷേ അവിടെ അത് ആത്മലോകമാണ്. ആത്മലോകത്തിൽ ശ്രദ്ധിക്കണേ, സ്തോത്രം, ആശയവിനിമയത്തിന് അതാത് നിലയിലുള്ള ഉപാധികൾ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ യോഹന്നാൻ അപ്പസ്തോലൻ ആത്മനിറവിലാണ്. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ആത്മനിറവിലാണ്. ആത്മനിറവിൽ യോഹന്നാൻ എവിടെ ചെന്നിരിക്കുക? സ്വർഗസ്ഥലങ്ങളിലെത്തി. ദൈവസിംഹാസനം കാണുക, ഇടിമുഴക്കമുള്ള ശബ്ദം കേൾക്കുകയാണ്. സ്തോത്രം. അവിടെ ഈ ആത്മലോകത്തിലെ ആശയവിനിമയത്തിന്റെ നിലയിലാണ് സകല സൃഷ്ടികളുടെയും സ്തുതി കേട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആത്മലോകത്തെ കുറിച്ച് ചിന്തിച്ച് നമ്മള് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ആത്മലോകം വളരെ സങ്കീർണമാണ്. വളരെ സങ്കീർണമാണ് ആത്മലോകം. പറഞ്ഞില്ലേ, നരകത്തിൽ ഭയങ്കര ജയിക്കാത്ത, അതിഭയങ്കരമായ ജയിക്കാത്ത കുറെ നേരം കിടന്ന് കഴിയുമ്പോഴത്തേന് ബോധം. എടാ മൂക്ക് മുങ്ങിയതിൽ പിന്നെ 3 അടിയോ 7 അടിയോ ഒന്നും എന്നാ വ്യത്യാസം? പിന്നെ ബോധം കെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തിനും ആയിക്കോട്ടെ, അതുവരെയുള്ള പ്രശ്നമുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ തോന്നുന്നു? ശരിയല്ലേ? നരകത്തിൽ പോകുന്നവരും എന്നാൽ സഹോദരങ്ങളെ സജീവമായി ആത്മബന്ധനത്തിൽ അവന്റെ ദേഹിയും അവന്റെ ആത്മാവും സജീവമായിരിക്കും. അവൻ ആ വേദന മുഴുവൻ അവന്റെ ആ ആളത്വത്തിൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അവന്റെ ആളത്വത്തിൽ. സ്തോത്രം. ഭൗമികമായുള്ള ശാരീരികമായുള്ള കഷ്ടങ്ങളെക്കാൾ ഏറിയ മടങ്ങ് കഠിനമാണ് ആന്തരിക ആളത്വത്തിൽ അനുഭവിക്കുന്നത്. ഇത് വിമർശിച്ച് പറയുന്നവരുള്ളത് കൊണ്ട് ഞാൻ ആത്മലോകത്തിലെ ആശയവിനിമയത്തെ കുറിച്ച് ചില പറയാം. അപ്പം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് തേജസ്കരിക്കപ്പെട്ട നമുക്ക് അവർക്കും ആത്മശരീരമുണ്ട്. നമുക്ക് രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലായവർക്ക് തേജസ്കരിക്കപ്പെടുമ്പോൾ യേശുക്രിസ്തുവിന്റെ മഹത്വം അണിഞ്ഞ ഒരാത്മശരീരമാണ് ലഭിക്കുന്നത്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ അതൊക്കെ വളരെ വളരെ വേദപുസ്തകം വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതായത് പണ്ട് നമ്മുടെ മോശ പർവ്വതത്തിലായിരുന്നപ്പോൾ മുഖം ഒന്ന് മിരിങ്ങി, 40 രാവും 40 പോലെ മുഖം ഒന്ന് മിരിങ്ങി, താഴെ കണ്ണൻ ചെന്നു നോക്കാൻ മേല. പക്ഷെ ഒരു മൂടുപടം ഇട്ടപ്പോൾ അതങ്ങ് മൂടിപ്പോയി. ഇനി കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത് 3-ാം അധ്യായത്തിൽ വായിക്കുന്നത് നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ കാണാതിരിക്കേണ്ടതിന് മോശ മുഖത്ത് മൂടുപടം ഇട്ട് പറയും എന്ന് പറഞ്ഞാൽ കാലം കുറെ കഴിഞ്ഞപ്പോൾ ഈ മുഖത്തെ തേജസ് കുറഞ്ഞുകൊണ്ടിരുന്നു. കാരണം ഇത് റിഫ്ലക്ഷനായിട്ട് കിട്ടിയതാ. കുറഞ്ഞുകൊണ്ടിരുന്നത് അത് മുഴുവനും തീരുന്നത് ആരും പിന്നെ മുഖത്ത് ഓടോടെ വിട്ടേക്കുക. മോശ ജനത്തോട് സംസാരിക്കുമ്പോൾ എന്താ കാര്യം? മുഖത്ത് ഒട്ടും തേജസ്, നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ കാണാതെ വണ്ണം മോശ മുഖം. എന്നാൽ നമ്മൾ പ്രാപിക്കാൻ പോകുന്ന തേജസ് യേശുക്രിസ്തുവിന്റെ തേജസ്സാണ്. അത് മറുമല നോക്കിയാൽ ലോകത്തിലോ ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം ശോഭയുള്ളതായിരുന്നു. അവന്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങി, വസ്ത്രം അതിശോഭയുള്ളതായിരുന്നു. സ്തോത്രം. അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാര്യം തേജസ് വസ്ത്രമായി എൻ്റെ ഗുരു സ്തോത്രം
വാരി അണിയുക. കർത്താവ് വാരി അണിയല്ല, കർത്താവ് അങ്ങ് ചുഴന്നില്ല. ശരിക്കും പറഞ്ഞാൽ പാപജഡത്തിന്റെ സാദൃശ്യത്തിലാണ് കർത്താവ് ഇവിടെ വന്നത്. റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കണം. കർത്താവ് പാപജഡത്തിലല്ല വന്നത്, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നു. പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നത് കൊണ്ടാണ് വസ്ത്രം ധരിച്ചത്. വലിയ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നെന്ന് പറഞ്ഞാൽ പാപം മനുഷ്യന്റെ ശരീരമണ്ഡലത്തിൽ വരുത്തിയ സകല പരിമിതികൾക്കും സ്വമേധയാ വിധേയപ്പെട്ട് കർത്താവിനോട് വന്നു. സ്തോത്രം. അതുകൊണ്ടാണ് വിശന്നത്, ദാഹിച്ചത്, വസ്ത്രം ധരിച്ചത്, യാത്ര ചെയ്യാനായിട്ട് വെള്ളം ഉപയോഗിച്ചത്, കഴുതപ്പുറത്ത് കയറിപ്പോയത്, കാൽനടയായിപ്പോയത്. ഇതെല്ലാം ശരീരമണ്ഡലത്തിൽ പാപം വരുത്തിയ സകല പരിമിതികൾക്കും സ്വമേധയാ വിധേയം. പക്ഷെ അകത്ത് പാപമില്ല. അതല്ലേ പാപം ഒഴികെ സകലത്തിൽ നമുക്ക് വില്ലിനായി പരീക്ഷിക്കണം. സ്തോത്രം. ആന്തരികാളത്തിൽ പാപത്തിന്റെ ലാഞ്ചന പോലും വന്നില്ല, ലാഞ്ചന പോലും ഇല്ല. കാരണം പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല, പാപം അവസ്ഥയാണ്. നമുക്കതറിയാം, പാപം അവസ്ഥയാണ്, ആന്തരികമായി അധപ്പതിച്ച അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇച്ഛിക്കാത്ത തിന്മ മനുഷ്യൻ ചെയ്യുകയാണ്, ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല. അതിലെ പൗലോസേ പറയുന്നത്, ഞാൻ ഇച്ഛിക്കാത്തതിന് ചെയ്യുന്നുവെങ്കിലോ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. പാപം നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ഒക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതാ പാപബോധം എന്ന് പറയും. പാപബോധം. ആളുകൾക്ക് കുറ്റബോധമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഈ പാപബോധം വേറെ, കുറ്റബോധം വേറെ. കുറ്റബോധം എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ പ്രവൃത്തിയെക്കുറിച്ചോർത്തുള്ള പശ്ചാത്താപമാണ്. അതാ കുറ്റബോധം എന്ന് പറയും. പാപബോധം എന്ന് പറയുന്നത് നിസ്സഹായമായ തൻ്റെ അധപ്പതിച്ചു പോയ അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. അതാണ് പാപബോധം. ഈ കുറ്റബോധം പിശാച് ഉണ്ടാകും. പിശാച് കുറ്റബോധം കൊടുത്ത് കുറ്റബോധം ഇങ്ങനെ പോയാൽ ആത്മഹത്യ ചെയ്യും. പക്ഷെ പാപബോധം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഒരു രക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ പാപം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ പാപിയാണ്. കടമുണ്ടെന്ന് പറയുന്നത് പാപ്പരാണെന്ന് പറയുന്നത് പോലെ ഇരിക്കും. ഞാൻ പാപിയാണ് എന്ന് പറയും. ശ്രദ്ധിക്കണേ സ്തോത്രം. അതുകൊണ്ടാണ് ഈ രക്ഷയുടെ ഈ 2 ഘട്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കണം. ഈ രക്ഷയുടെ 2ാമത്തെ ഘട്ടത്തിലാണ് പാപം ക്ഷമിക്കുന്നത്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ പാപം അപ്പം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, ഇപ്പം 40ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടുക, ഈ 40 വയസ്സ് വരെ ഇവൻ ചെയ്ത സകല ദ്രോഹങ്ങളും അക്രമങ്ങളും അനീതികളും ഓരോന്നോരോന്ന് ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കാൻ ഇവരെ കൊണ്ട് കഴിയുമോ? ഒരിക്കലും ഒക്കെയില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? അയ്യോ ഞാൻ പാപിയാണേ എന്നുള്ള ആ നിസ്സഹായതയുടെ നിലവിളിയാണ്. അതൊന്നും ഇപ്പൊ ആർക്കും ഉണ്ടാകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ എളിയ ശുശ്രൂഷ കാലത്ത് കണ്ടിട്ടുണ്ട്. അവള് പാപബോധം വന്ന അലോഹിക്കറിയുന്നത് കണ്ടിട്ടുണ്ട്. ആശ്വസിപ്പിക്കാൻ പാടുപെട്ട് ഓർക്കുന്നുണ്ട് സൗരങ്ങളിൽ. അപ്പോൾ ഇതാണ് അതിന്റെ വ്യത്യാസം. സ്തോത്രം. അപ്പൊ നമ്മൾ പ്രാപിക്കാൻ പോകുന്ന തേജസ്, അപ്പൊ പാപചരിത്രത്തിൽ സാദൃശ്യത്തിൽ വന്നു എന്നുള്ളതിന്റെ ആശയത്തിൽ എനിക്ക് തെറ്റരുത്. ഇനി നമ്മൾ പ്രാപിക്കാൻ പോകുന്ന തേജസ് നിത്യ തേജസ്സാണ്. അതാണ് 2:14. യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാണല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് പിടിച്ചത്. നമ്മൾ പ്രാപിക്കാൻ പോകുന്നത് സ്തോത്രം യേശുക്രിസ്തുവിന്റെ തന്നെ മഹത്വം. അതാണ് നിത്യ തേജസ്, മങ്ങാത്ത തേജസ്. അപ്പൊ ആ നിലയിലുള്ള ഒരാത്മശരീരമാണ് നമ്മൾ പ്രാപിക്കുന്നത്. എല്ലാവരും യൗവനയുക്തരായിരിക്കും. എല്ലാവരും യൗവനയുക്തരായി തേജസ് അണിഞ്ഞു. എന്നാൽ നോക്കണേ, യേശുക്രിസ്തുവിനെ പോലെ നമ്മൾ തേജസ് അണിയുമ്പോൾ പാപികൾ, രക്ഷിക്കപ്പെടാത്തവർ, നിത്യനാശത്തിൽ വിധിക്കപ്പെടുന്നവർ, അവർക്കും ഒരാത്മശരീരം ഉണ്ടായിരിക്കും. ആ ആത്മശരീരം
പിശാചിന്റെ ആത്മശരീരത്തിന് അനുരൂപമായ ഒരു ശരീരമായിരുന്നു. ആന്തരിക ആളത്വത്തിൽ സകല വേദനയും സഹിക്കുവാൻ. See, totally susceptible to all the inner horrible, terrible pain and disappointment and despair that a man can ever have, a person, a creation can ever have. So, അതാണ് ഭയങ്കരമാണ്. ഇവിടെ അവന് ദൈവത്തെ വേണ്ടല്ലോ, ദൈവം അവനെയും വേണ്ടെന്ന് പറയും. ഇവിടെ ദൈവത്തെ വേണ്ട. ശരിക്കും പറഞ്ഞാൽ മൂക്കിലെ ശ്വാസം പോകുന്നത് വരെ അവസരമുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ പൊന്നു സൗരങ്ങളിൽ നമ്മൾ നമ്മുടെ സൗരങ്ങളുമാണ് പ്രിയപ്പെട്ടവരുമായ സുവിശേഷം പങ്കുവെക്കും. ഇപ്പൊ സുവിശേഷം പ്രസംഗിക്കുന്നതിനെതിരെ ഹിന്ദു സംഘടനകൾ ശക്തമായ രംഗത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾ മതം മാറ്റുക. അത് അവിടെ അണികളെ ആ നിലയിൽ പറഞ്ഞ് പരിചയിപ്പിച്ച് അവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരെ എക്വിപ്പ് ചെയ്ത് ലാത്തിയും കൊടുത്ത് നമ്മുടെ കൂട്ടങ്ങൾ ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല. നോർത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. ഇവിടെ ഇല്ലാതിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നമ്മുടെ കൺവെൻഷനുകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ അലക്കൊലപ്പെടുത്തിയെന്ന് വന്നേക്കാം. അങ്ങനെ ഇല്ലാതില്ലെങ്കിലും ഇവിടെ വന്നേക്കാം. അവർ പറയുന്നത് നിങ്ങൾ മതം മാറ്റി നിങ്ങളിവിടെ അധികാരം പിടിക്കാൻ വരികയാണ്. അവർക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ളൊരു ചിന്തയുള്ളൂ. പക്ഷേ നമ്മുടെ പരസ്യമായുള്ള നമ്മുടെ യോഗങ്ങളിലും നമ്മൾ ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തയാ പ്രധാനമാണ്. അതല്ല നമ്മൾ പറയുന്നതെന്നുള്ളത്. നമ്മൾ ആത്മരക്ഷയെക്കുറിച്ചാണ്, നിത്യജീവനെ കുറിച്ചാണ് പറയുന്നതെന്നും നമുക്കിവിടെ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിയും പിടിച്ചെടുക്കാനുള്ള യാതൊരു താല്പര്യവുമില്ലെന്നും സ്തോത്രം ഈ ആളുകളൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് നമ്മുടെ കൂടെ കുഴപ്പമാണ്. നമ്മള് സ്തോത്രം ഇവിടെ മിടുക്കരാകും, ഇവിടെ കേവനാകും, ഇവിടെ ഉന്നതനാകും. നിങ്ങൾ വിചാരിക്കുന്ന എന്താ? അത് വളരെ ദോഷം ചെയ്യുന്നുണ്ട്. സത്യവചനത്തിന് വളരെ വളരെ ദോഷം ചെയ്യുന്നുണ്ട്. ഇത് ഇന്നിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചു. എനിക്ക് അദ്ദേഹത്തെ എല്ലാ ആളുകളും പുകഴ്ത്തുന്നു. അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ പൊതുലോകത്തിന് വളരെ സ്വീകാര്യമായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ സ്വവർഗരീതിയെക്കുറിച്ച് സോഡമൈറ്റ്സിൻ അങ്ങനെയുള്ള പട്ടക്കാരെ കുറിച്ച് മൂപ്പരോട് ചോദിച്ചു. ഓർക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ ഈവൻ മനോരമ ഹിന്ദു അതിനെ കുറിച്ച് പരാമർശിച്ചു. LGBT ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞു? ഷോ കമ്പാഷൻ. ഞാൻ വിധിക്കാൻ ആരാ? ഞാൻ വിധിക്കാൻ ആരാ? കരുണ കാണിക്കും, കമ്പാഷൻ കാണിക്കും, അനുകമ്പ കാണിക്കും. അതാ ലോകത്തിന്റെ വഴി. അതാ ലോകത്തിന്റെ വഴി. അതാ നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മളെ ലോകത്തിന് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. സ്തോത്രം. നമ്മൾ ആത്മലോകത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും വരുവാനുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുള്ള ഒരുക്കത്തിന് ആവശ്യമുള്ള ഭൗമിക സൗകര്യങ്ങൾ ദൈവം തരും. രോഗസൗഖ്യവും പ്രശ്നപരിഹാരങ്ങളും ഉപജീവന മാർഗങ്ങളും ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതലുകളും ഇതൊക്കെ അതെല്ലാം എന്തിനാണെന്നറിയാമോ? നിത്യജീവന് വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ്. അതൊക്കെ ബൈ പ്രോഡക്ട്സാ. പ്രധാനം അതാണ്. അങ്ങനെ പറഞ്ഞു പോയ നേരം പോകും. അപ്പോൾ ആത്മലോകം എന്നുള്ള അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോയത്. സ്തോത്രം. സകല സൃഷ്ടി, അതിന്റെ 13ാമത്തെ വാക്യം, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ. അവിടെ അതാണ് ആത്മമണ്ഡലത്തിലെ ആശയവിനിമയത്തിന് ദൈവനിയമിതമായ ഉപാധികളുണ്ട്. അതാണ് ലാസറിന്റെ ധനവാന്റെ ഭൂമിയിൽ. ഇനി ശ്രദ്ധിക്കണേ, സ്തോത്രം. വരുമ്പോൾ ചെവിയില്ല. വെള്ളസിംഹാസനത്തിൽ നിൽക്കുമ്പോൾ ചെവിയില്ലല്ലോ, ഭൗമശരീരമില്ലല്ലോ.
ഈ ശരീരമില്ല, എന്നാൽ ഒരു ആത്മശരീരം അവനുണ്ടാവും. ആത്മശരീരത്തിൽ അവനത് ഉൾക്കൊള്ളത്തക്കതുപോലെയുള്ള ആത്മലോകത്തെ ആശയവിനിമയ സംവിധാനങ്ങൾ ദൈവം നിയമിച്ചിട്ടുണ്ട്. ഇന്നിപ്പം ഇലക്ട്രോണിക് വേവ്സ് ഈ തരംഗങ്ങൾ പണ്ട് നമ്മളിപ്പോ ഇവിടെ ഒരു മൊബൈൽ ഇരിക്കുന്നു. ഈ മൊബൈലിൽ അമേരിക്കയിൽ നിന്നുള്ള ഒരാൾ വിളിച്ചാൽ സാറ്റലൈറ്റിൽ കൂടെ പോയാൽ വരും. വി ഡോണ്ട് സീ എനിത്തിങ്, there no visible connection. ഇന്ന് മനുഷ്യന് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ എൻ്റെ ഓടകമ്പുരാനാണ് കഴിയുന്നത്. ഇവിടെ കേട്ടു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മമണ്ഡലത്തിലുള്ള ആശയവിനിമയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. സ്തോത്രം. അതിനെ വിമർശിക്കുന്നയാൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. എന്നിട്ട് 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. സ്തോത്രം. ഇനി 6-ാം അധ്യായം മുതൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ 6-ാം അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെ ദൈവസഭയെക്കുറിച്ച് യാതൊരു പരാമർശവും ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് യോഹന്നാൻ ആത്മവിവശതയിൽ സ്വർഗസ്ഥലങ്ങളിലേക്ക് ചേർക്കപ്പെടുന്നത്. സ്തോത്രം. അപ്പൊ പത്മോസിൽ ശരീരമില്ലെന്നോ ഒന്നുമില്ല, അത് ദർശനമാണ്. അല്ലാതെ യോഹന്നാൻ അപ്പോഴേ ഏലിയാവിനെ കൊണ്ടുപോയതുപോലെ അഗ്നിശങ്ങളും അഗ്നിരഥങ്ങളും വന്ന് മൂപ്പരെ ചുരുട്ടിക്കൂട്ടി പൊക്കിയെടുത്തങ്ങ് കൊണ്ടുപോയി എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് ആത്മാവിൽ ആ സ്വർഗസ്ഥലങ്ങളിലേക്ക് ചെല്ലുകയും ആത്മമണ്ഡലത്തിൽ അവൻ സ്വർഗീയ ദർശനങ്ങൾ കാണുകയുമാണ്. സ്തോത്രം. ഓൾ ദ വൈൽ ഹി വാസ് ഓൺ ദി ഐലൻഡ് ഓഫ് പാറ്റ്മസ്. പത്മോസ് ദ്വീപിൽ തന്നെയാണ് അപ്പോഴും ഇരിക്കുന്നത്. സ്തോത്രം. നമുക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാകാം. സ്തോത്രം. നമുക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാകാം. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് 14 സംവത്സരം മുമ്പ് പരദീസയോളം. അദ്ദേഹം പറയുന്നത് ശരീരത്തോടുകൂടിയോ ശരീരം കൂടാതെ ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. എന്നാൽ മനുഷ്യനെ ഉച്ചരിക്കാൻ മേലാത്തത് ഞാൻ കേട്ടു. അപ്പോ നമ്മൾ സ്വർഗ്ഗത്തിൽ ചെന്നാൽ നമുക്ക് കേൾക്കാം. ഈ ചെവിയില്ലെങ്കിലും കേൾക്കത്തക്ക കഴിവുകളുള്ള ആത്മശരീരമാണ്. ശബ്ദതരംഗങ്ങൾക്ക് വായുമണ്ഡലമില്ലെങ്കിലും ആത്മലോകത്തിൽ ആശയവിനിമയത്തിനുള്ള ഉപാധികൾ ദൈവം നിയമിച്ചിട്ടുണ്ട്. സ്തോത്രം. അത് വ്യക്തമായിട്ട് വിശ്വസിച്ചപ്പോൾ ഈ 4-ാം അധ്യായത്തിൽ അങ്ങോട്ട് ചേർക്കപ്പെട്ടു. അതിനുശേഷം മേലാൽ സംഭവിക്കാനുള്ളത് എന്നുള്ളതല്ല. അപ്പോൾ സ്വർഗത്തിലേക്ക് ചെന്ന് ആദ്യം 4-5 അധ്യായങ്ങളിൽ സ്വർഗീയ ദർശനമാണ്. സ്തോത്രം. സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ദർശനമാണ്. നമ്മളത് ചിന്തിച്ചല്ലോ. 24 മൂപ്പന്മാർ, 4 ജീവികൾ, പിന്നെ എണ്ണമറ്റ ദൂത സമൂഹങ്ങൾ, പിന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായുള്ള പുസ്തകം. അതെല്ലാം നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അതിനുശേഷം യോഹന്നാൻ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്ന സഭയുടെ പ്രതിനിധിയായിട്ട് സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. സോറങ്ങളെ, ഈ നാളുകളിലൊന്നിൽ സംഭവിക്കാൻ പോകുന്ന ഈ നാളുകളിലൊന്നിൽ കാഹളം ധ്വനിക്കുകയും നമ്മൾ ദൈവത്തിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യും. അത് നമ്മുടെ പകലത്തെ ചിന്തയും രാത്രിയിലെ സ്വപ്നവുമായിരിക്കണം. പകലത്തെ ചിന്തയും രാത്രിയിലെ സ്വപ്നവുമായിരിക്കണം. ഞാൻ അവരോട് കർത്താവ് വന്നില്ലല്ലോ എന്ന് ഓർക്കും. രാത്രി ഉറങ്ങാൻ നേരത്ത് പകൽ വന്നിട്ടില്ല കർത്താവ്. ഞാൻ ഉറങ്ങുമ്പോഴാണ് കാഹളം ഇരിക്കുന്നതെങ്കിലും എൻ്റെ ആത്മാവ് ഉണർന്നിരിക്കുന്നത്. ആ ചിന്തയോടുകൂടി വേണം നമ്മൾ ജീവിക്കുവാൻ. ഹല്ലേലൂയ. ആ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ 6-ാം അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെ ഉള്ളത്. ഈ 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ പണ്ടൊക്കെ പറയുമായിരുന്നു, ഈ വെളിപ്പാട് ദിവസമൊന്നും രാത്രി വായിക്കരുത്, പിള്ളേർ രാത്രി കിടന്ന് പേടിക്കും, രാത്രി ഒന്നും വായിക്കില്ല. അതിനേക്കാളും വിചിത്രമായൊരു കാര്യം, ഈ കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 15-ാം അധ്യായം രാത്രി വായിക്കരുത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശവടക്കത്തിന് വായിക്കുന്ന
പാകമാണ്. അത് രാത്രി വായിച്ച പിള്ളേർ രാത്രി കിടന്ന് പേടിക്കും എന്നൊക്കെ പറയും. ഒരു പൊന്നു സൗരങ്ങളെ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നത് നമ്മളിവിടെ ഉണ്ടായിരിക്കില്ല. ഈ സമയത്ത് നമ്മളിവിടെ ഇത് പീഡന കാലമാണ്. പീഡനകാലം ഒന്നും കൂടി പറഞ്ഞാൽ, അതായത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലെ ദൈവത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ജീവനേക്കാളേറെ ദൈവത്തെ സ്നേഹിക്കുന്ന, നിത്യമായി കർത്താവിനോട് വീഴ്ചയ്ക്ക് ഹേതുവില്ലാതെ ചേർന്നിരിക്കുന്ന ഒരു മണവാട്ടി ഒരുക്കപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ ആത്യന്തികമായ ലക്ഷ്യം. സ്തോത്രം. അത് സഭ ചേർക്കപ്പെടുമ്പോൾ സാധിക്കും. നിങ്ങളെന്ത് വിചാരിക്കുന്നു? ഈ ആദാമിന്റെ പാപവും ഇസ്രായേലിന്റെ വീഴ്ചയും ഈ പെരുവെള്ളം ഉണ്ടാകുന്നതാണ്, നോഹയുടെ കാലത്തെ പെരുവെള്ളവും എല്ലാം നശിക്കുന്നതും ഈ ഭൂമിയിലുണ്ടാകുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും വേണ്ട. അയ്യോ, വംശഹത്യകള് ഓട്ടോമൻ തുർക്കികളൊക്കെ കാണിച്ച ക്രൂരതകൾ, ഇതൊക്കെ ഉടനെ തമ്പുരാൻ എന്തായി അനുവദിക്കുന്നു? നീതിമാനായ ഒരു ദൈവം, കരുതുന്നവരായ ഒരു ദൈവം ഉണ്ടെങ്കിൽ ദൈവം ഇതൊക്കെ എന്തുകൊണ്ട് അനുവദിക്കുന്നു? ആളുകൾ ന്യായമായിട്ട് ചോദിക്കാം. സോരങ്ങളെ, ഇതെല്ലാം ആത്യന്തികമായും ദൈവസഭ ഒരുക്കപ്പെടുന്നതിന് ദൈവം നിയമിച്ചിരിക്കുന്ന ചുവടുകളാണ്. ദൈവസഭ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇവിടെ ഒരു പ്രശ്നവുമില്ലെന്നിരിക്കട്ടെ. ഈ ഭൂമിയിൽ, ഈ ജീവിതത്തിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഭക്ഷണത്തിന് ഭക്ഷണം, ആരോഗ്യത്തിന് ആരോഗ്യം, അസുഖമില്ല. പിന്നെ ഇവിടെ നിന്ന് പോകാൻ നമ്മളെല്ലാവരും തീരുമാനിക്കുമ്പം വേണമെങ്കിൽ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞേച്ച് ആരും പോവുകയില്ല, പോവുകയുമില്ല, വിടുകയുമില്ല. എന്നാൽ ശ്രദ്ധിക്കണേ, ദൈവം എന്തുകൊണ്ട് ഇതെല്ലാം ഇവിടെ അനുവദിച്ചിരിക്കുന്നു? ദൈവം ഇവിടെ അനുവദിച്ചിരിക്കുന്നു ഈ ജീവിതം താൽക്കാലികമാണെന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കാനാണ്. ദൈവം ഇവിടെ കഷ്ടങ്ങൾ അനുവദിച്ചിരിക്കുന്നു, ഇവിടെ വേരുറച്ചു പോകാതിരിക്കാനാണ്. നിങ്ങൾ വിചാരിക്കരുത്, ആദമിനെ ഹൗവയെയും ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയ സന്താനമുള്ളവരായി പെരുകി ഒരിക്കലും മരണവുമില്ലാതെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എന്നെന്നും ഈ ഭൂമിയിലൊക്കെ പാർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് അവരെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ വിചാരിക്കരുത്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കാനാണ് സാധ്യത. എല്ലാവരും കൂടെ ഉണ്ടേ. പക്ഷെ അതല്ല ദൈവത്തിന്റെ ലക്ഷ്യം. ദൈവത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ള ദൈവത്തിന് അതിനെ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ ലക്ഷ്യം മനുഷ്യന് ചില തിരിച്ചറിവുകൾ കൊടുക്കണം. മനുഷ്യന് ചില തിരിച്ചറിവുകൾ കൊടുക്കണം. ഒന്നാമത്തെ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ, സ്വതന്ത്രമായി അവനെ അങ്ങ് വിട്ടിരുന്നാൽ, അവന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് വിട്ടിരുന്നാൽ അവൻ എങ്ങനെ പെരുമാറുമെന്നുള്ളതിനെ കുറിച്ച് മനുഷ്യനൊരു ഉത്ബോധം ഉണ്ടാകും. സ്തോത്രം. അതാണ് നമുക്ക് ആദാമിൽ കാണുന്നത്. ആദാമിൽ നമ്മളതാ കാണുന്നത്. നോക്കണേ, ഒരു നിയന്ത്രണമില്ല, അവനെ ദൈവനെ വിട്ടു. ദൈവം ഈ വിലക്കപ്പെട്ട കരിയൊന്നും മാലാഖയെ കൊണ്ട് കാവൽ നിർത്തിയില്ല. സ്വതന്ത്രമായി വിട്ടിരുന്നാൽ ഇവൻ എന്നാ കാണിക്കും? ഇത് കണ്ടു. അവിടെ മുതൽ എല്ലാ കാര്യങ്ങളും ദൈവം തൻ്റെ ഈ പദ്ധതി, ഏതാ പദ്ധതി? ജീവനേക്കാളേറെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മണവാട്ടി എന്ന നിലയിൽ ദൈവസഭ ഒരുക്കപ്പെടുക എന്നുള്ളതാണ് ദൈവിക പദ്ധതി. അത് നമ്മൾ എഫേസ്യരുടെ 3-9 വായിക്കുമ്പോൾ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പൗലോസ് പറയുന്നു, പലർക്കും ഇതിനു മുമ്പ് വെളിപ്പെടാതിരുന്ന ഒരു മർമ്മം ദൈവം എനിക്ക് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാ പറയുന്നത്. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞിടുന്ന മർമ്മത്തിന് വ്യവസ്ഥയെ തെളിയിക്കുവാൻ എനിക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. അത് ആ അനാദിയിലെ നിർണയം യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചു. അത് സഭയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയം അതെന്താണെന്ന് അറിയണോ? സഭയെ നോക്കിക്കൂ. അപ്പൊ അനാദി നിർണയം എന്ന് പറയുന്നത് ദൈവസഭയെ സംബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് ആ ദൈവം നോക്കണേ, ഒരു സാമൂഹ്യ ജീവിതം എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടില്ല. എന്തിനെന്നറിയാമോ? പരസ്പരം ആശ്രയിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. ഒരുത്തന് ആരോഗ്യമുണ്ടെങ്കിൽ വേറൊരുത്തന് പണമുണ്ട്, ഒരുത്തന് ബുദ്ധിവൈഭവം ഉണ്ടെങ്കിൽ വേറൊരുത്തന് കായിക ശേഷിയുണ്ട്.
എല്ലാവർക്കും എല്ലാം കൊടുത്തില്ല. എനിക്ക് എനിക്ക് എന്ത് ആവശ്യമുണ്ടോ അത് മുഴുവൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? പിന്നെ സാമൂഹിക ജീവിതത്തിന്റെ ആവശ്യമില്ല. ദൈവം നമ്മൾ സമൂഹ ജീവികളായി, പരസ്പരം ആശ്രയിക്കുന്നവരായി, അതിലേറെ ദൈവത്തെ ആശ്രയിക്കുന്നവരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എല്ലാവർക്കും എല്ലാം തരാം. ഇതെല്ലാം ആത്യന്തികമായി നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെടുന്ന ദൈവസഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ സഭ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി അത് ഫലം കണ്ടു കഴിയും. ദൈവത്തിന്റെ പദ്ധതി ഫലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം, അടുത്തത് അതുവരെ ഇതുമായി ഇടപെട്ടിരുന്ന ദൈവിക പദ്ധതിയിൽ പല നിലകളിൽ പങ്കാളികളായിരുന്നവരുടെ ഹിസാബ് തീർക്കുക. ഇന്ത്യക്കാർ പറയും ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്ക് തീർക്കുക. കണക്ക് തീർക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഒരു വലിയ രാജാവ്, ആ രാജാവായുള്ള മകളുടെ വിവാഹം മോഡിയായി നടത്താൻ തീരുമാനിച്ചു. സങ്കല്പം മോഡിയായി നടത്താൻ തീരുമാനിച്ചു. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. വിശാലമായ, ഇപ്പോഴാണ് ഇങ്ങനെ എയർ കണ്ടീഷൻഡ് പന്തല് വീട്ടിലെ വിട്ടു, എല്ലാം റെഡിയാക്കി, എല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞു. നാളുകളായുള്ള അറേഞ്ച്മെന്റ്, നാളുകളായുള്ള ഈ അറേഞ്ച്മെന്റ് എല്ലാം കഴിഞ്ഞ് ആ കൃത്യസമയം വന്നു. പെൺകൊച്ചിന്റെ കല്യാണം മംഗളമായി നടന്നു. പാർട്ടിയും കഴിഞ്ഞു, റിസപ്ഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ആഘോഷം കഴിഞ്ഞു, ഫോട്ടോ സെഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എന്താ ലക്ഷ്യം? മകടെ വിവാഹം. അത് കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം, പിന്നെ കണക്ക് തീർക്കണം. പന്തലുകാരന് കണക്ക് തീർക്കണം, കേറ്ററിംഗുകാരന് കണക്ക് തീർക്കണം, പിന്നെ ഇതിനകത്തെ വാദ്യമേള കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവന്മാരുടെ കണക്ക് തീർക്കണം. ഓരോരുത്തരും അവൻ ഇതിൽ അനുവദിക്കപ്പെട്ട റോള് അതെങ്ങനെ ചെയ്തോ അതിന് സകലം അറിയുന്ന ഈ രാജാവ് അവന്റെ റോൾ അനുസരിച്ച് അവന്റെ കണക്ക് തീർത്ത് പിന്നെ പന്തലും പൊളിച്ച്. മനസ്സിലായില്ലേ? ഹിസാബ് തീർക്കുന്ന, ആ ഹിസാബ് തീർക്കുന്ന കാര്യമാണ് പിന്നെ ഈ പീഡനകാലവും 1000 ആണ്ട് വാഴ്ചയും എല്ലാം ആ ഹിസാബ് തീർക്കുന്ന കാലഘട്ടമാണ്. ഹിസാബ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉപയോഗിക്കുന്നൊരു വാക്കായി. കണക്ക് തീർത്ത്, എല്ലാം കണക്ക് തീർത്ത്. അപ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിരുന്ന ആളുകൾ, മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ അതാ കാലമെന്ന് പറയുന്നത് അറിയാമല്ലോ, കാലത്തിൽ ഓരോ ജനസമൂഹവും ഓരോരുത്തരും ദൈവിക പദ്ധതിയോട് എങ്ങനെ ഇടപെട്ടിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവരെ കണക്ക് തീർക്കുക. കണക്ക് തീർക്കുക ഒരു കൂട്ടരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കുക. അതാ യാതനാ സ്ഥലത്തും പരദീസായാലും. മനസ്സിലായില്ലേ? അവരെ കണക്ക് തീർക്കുന്നു, അവർക്ക് പിന്നെ കൊടുക്കുന്നു. ഈ യാതനാ സ്ഥലത്ത് പോകുന്നവരെ കണക്ക് തീർക്കും, അത് കൂടുതൽ തീർക്കും. അതിനു മുമ്പ് ഇസ്രായേൽ ജാതികൾ ഈ ആളുകളെയെല്ലാം, ഈ ജനസമൂഹങ്ങളെ അവരോടൊരു കണക്ക് തീർപ്പാണ്. അതാണ് ഈ പീഡനകാലത്തിലും 1000 ആണ്ട് വാഴ്ചയിലും സംഭവിക്കാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. സ്തോത്രം. നമുക്ക് മനസ്സിലാവുന്ന പോലെ ഞാൻ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അങ്ങ് വിശദീകരിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. ഒരു കണക്ക് തീർക്കുന്ന കാര്യമാണ്. അന്ന് ഈ കണക്ക് തീർക്കുമ്പോൾ മണവാളുടെ മണവാട്ടി കല്യാണം കഴിഞ്ഞ മണവാളുടെ മണവാട്ടി അവർ ഹണിമൂണ് പോയില്ല. അവർ ഈ കണക്ക് തീർക്കിനകത്തൊന്നും ഇല്ല. ഇതുപോലാണ് ദൈവസഭ കർത്താവിനനുസരിച്ചിലാണ് ഇവിടെ കണക്ക് തീർക്കുക. ഇവിടെ കണക്ക് തീർക്കുന്നതിന് ദൈവം താൻ നേരിട്ട് ആരുടെ മേലും ശിക്ഷണ നടപടി നേരിട്ട് നടത്തുന്നത് അപൂർവമാണ്, വളരെ അപൂർവമാണ്. അതിന് ശിക്ഷണ നടപടികൾ ദൈവിക പദ്ധതി പ്രകാരം നടത്താനായി ദൈവം തിന്മയുടെ ചില ശക്തികളെ അനുവദിച്ചിട്ടുണ്ട്. ഞാനീ പറയുന്നതൊക്കെ സൂക്ഷിച്ചാ പറയുന്നത്, ശ്രദ്ധിക്കണേ. അങ്ങനെ അനുവദിക്കപ്പെട്ട തിന്മയുടെ സഭ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 7 വർഷം പീഡനകാലമാണ്.
മഹാപീഡാകാലം. ഈ മഹാപീഡാകാലത്ത് ദൈവം തന്നെ നേരിട്ട് ശിക്ഷാവിധി അയക്കും. അത് അപൂർവമാണ്, ഞാൻ പറഞ്ഞല്ലോ, വളരെ ചുരുക്കമാണ്. തിരിച്ച് എതിർ ക്രിസ്തു എന്നൊരു ഭരണകർത്താവ് ഇവിടെ ഉണ്ടാകും. എതിർ ക്രിസ്തു എന്ന ആ ഭരണകർത്താവിന്റെ ദുർഭരണം നിമിത്തം ഇവിടെ കഷ്ടങ്ങൾ ഉണ്ടാകും. വലിയ കഷ്ടങ്ങളും പീഡകളും ഇവിടെ ഉണ്ടാകും. അതാണ് ഈ 6-ാം അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ പ്രധാനമായും പറയുന്നത്. ചില ഭാഗങ്ങൾ അതിനു മുമ്പ് 12-ാം അധ്യായമൊക്കെ ഭാഗങ്ങൾ അതിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ വലിയ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ ഈ 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ ഈ കണക്ക് വീർപ്പ് പീഡനകാലം. അപ്പൊ പീഡനകാലത്ത് സഭ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചില ആളുകൾക്ക് ഒരു ചിന്താ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കമായി ചില കാര്യങ്ങൾ പറഞ്ഞു പോയി. ഞാൻ ഓർക്കുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, I think it was in 89 or 87 or 89 or something like that. Maybe around 90 തൊട്ട് മുമ്പെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് പഴയ മാമൻ മാപ്പിള ഹോൾ കൊണ്ടുള്ളപ്പോഴാണ്, പഴയ മാമൻ മാപ്പിള ഹോൾ നിൽക്കപ്പോഴാണ്. അന്ന് ഗുഡ് ന്യൂസ് വീക്കിലിയുടെ ചുമതലയിൽ സഭ പീഡനകാലത്തിൽ കൂടി കടന്നു പോകുമോ എന്നതിനെ കുറിച്ചൊരു സെമിനാർ വെച്ചു. ഞാനിവിടെ വന്നിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. ഞാൻ 87-ലാണ് ഇവിടെ. ഇവിടെയുള്ള ആത്മീയ പ്രവർത്തനങ്ങളിൽ ഞാൻ അത്രയും ഇൻവോൾവ് ആകാതിരുന്ന ഒരു കാലം. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലവുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിൽക്കുന്ന ഒരു കാലമാണ്. എങ്കിലും ഇങ്ങനെ ഒരു സെമിനാർ വെച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാനും അതിനകത്ത് സംബന്ധിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, ആ ഹോള് നിറഞ്ഞ്, ഒരിക്കലും അത്ര ആളെ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര കൂട്ടം വന്നു. എന്നാൽ ഇനി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമാണ് സ്ഥലം. ഉച്ച കഴിയുമ്പോൾ എല്ലാവരും പോകും. സാധാരണ ഉച്ച കഴിഞ്ഞ് ആരും കുറെ പേരെങ്കിലും പോകും, പകുതി പേരെങ്കിലും പോകുമല്ലോ എന്ന്. ഉച്ച കഴിഞ്ഞ് ഒരൊറ്റ മനുഷ്യൻ പോയില്ല. അപ്പൊ ഞാന് അവിടെ ഇരിക്കുന്നത് എൻ്റെ അടുത്തിരുന്ന ഒരാള്, എടാ ഉച്ച കഴിഞ്ഞ് ഒരുത്തിനും പോയിരുന്നു. അവിടെ അപ്പുറത്തിരുന്ന ആള് പറയും, അതേ പീഡനകാലത്തിൽ ഇതിന് മുമ്പ് സഭ പോകുമെന്ന് വന്നാലോ, പീഡനകാലം കഴിഞ്ഞേ സഭ പോകുള്ളൂ എന്ന് വന്നാലോ, വിവരം അറിഞ്ഞാൽ പീഡനകാലത്ത് അത് സംഭവിക്കുമ്പോൾ നമുക്ക് ശരിക്കും കാര്യങ്ങളൊന്ന് ക്രമീകരിക്കാനൊരു അവസരം കിട്ടുമല്ലോ എന്നെ മനസ്സിലായത്. അതുകൊണ്ട് ആളുകൾ അത് താല്പര്യമായിട്ടിരിക്കും. ശരിയാണ്, ശരിക്കും താല്പര്യമായിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഈ സഭ പീഡനകാലത്ത് കൂടി പോകുമോ ഇല്ലയോ എന്നുള്ളത് 3 ചിന്താഗതികളാണുള്ളത്. ഒന്ന്, സഭ പീഡനകാലത്തിന് മുമ്പ് ഇവിടുന്ന് ചേർക്കപ്പെടുമെന്നുള്ളത്. രണ്ടാമത്തെ ചിന്ത മിഡ് ട്രിബുലേഷനിസം എന്ന് പറഞ്ഞാൽ പീഡനകാലത്തിന്റെ ആദ്യ പകുതി കഴിയുമ്പോൾ സഭ ആദ്യ പകുതിയിൽ ചേർക്കപ്പെടുമെന്ന്. 3, പീഡനകാലം കഴിഞ്ഞ് സഭ ചേർക്കപ്പെടുമെന്ന്. സ്തോത്രം. ഈ മൂന്ന് ചിന്താഗതികളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതുമായ കാര്യം പീഡനകാലത്തിന് മുമ്പ് തന്നെ സഭ ഇവിടുന്ന് ചേർക്കപ്പെടുമെന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് തിരുവെടുത്ത് നമുക്ക് ചുരുക്കമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ പീഡനകാലത്തെ കുറിച്ച് ദൈവവചനം എന്താണ് പഠിപ്പിക്കുന്നത്? പീഡനകാലത്തിന്റെ ഉദ്ദേശ്യം എന്താണ്? ദൈവം ഒരു ഉദ്ദേശ്യമില്ലാതെ ഒരു കാര്യം ഇവിടെ ചെയ്യില്ല. നമ്മൾ വിചാരിക്കും, തലേന്നൊരു മുടി വീഴുന്നതിന് പോലും ദൈവത്തിന് കണക്കുകൊണ്ട് അടിച്ചു പറഞ്ഞ ഉദ്ദേശ്യമുണ്ട് കേട്ടോ, ഉദ്ദേശ്യമുണ്ട്. അതുകൊണ്ട് സൗകര്യങ്ങളെ, നമ്മളെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം ചില അസൗകര്യങ്ങളും ചില വിഷമങ്ങളും ചില പ്രതിസന്ധികളും ഇച്ചിരിയൊക്കെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും നമ്മളെ വിടുന്നു. എന്തിനാണെന്നറിയാമോ? നിത്യജീവന് വേണ്ടി നമ്മളെ ഒരുക്കുന്നതിന് ഈ അനുഭവത്തിൽ കൂടി പോകുന്നത് ആവശ്യമാണെന്ന് സർവജ്ഞാനിയായ ദൈവം കണ്ടതുകൊണ്ടാണ് നമ്മളെ അതിലൂടെ കടത്തിവിടുന്നത്. നമ്മളതുകൊണ്ട് ഒരിക്കലും അന്നേരം മടുത്തു പോകരുത്, ദൈവത്തെ സംശയിക്കരുത്. ദൈവം അറിയാതെയല്ല. ഞാൻ വായിച്ചൊരു കാര്യം പറയാം. തലേന്നൊരു മുടി പോലും വീഴുന്നതിനെ കുറിച്ച് അത് ദൈവം അറിഞ്ഞുകൊണ്ടാണ് തലമുടി പോലും എഴുതിയിരിക്കുന്നു പറഞ്ഞാൽ. അതായത് നമ്മൾ as we get advanced in age, our body temperature naturally increases. നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളിൽ അവരിങ്ങനെ ഓടിക്കളിച്ച്
അവർ പിടിച്ചു നോക്കാം, അവരുടെ ശരീരം ഇങ്ങനെ ചെറിയ ഒരു കുളിർമയാണ്. അവർ വേർതിരുന്നാലും അവർ വിളിക്കുമ്പോൾ ശരീരത്തിൽ കുളിർമയാണ്. എന്നാൽ നമുക്ക് പ്രായമാകും തോറും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം ശരീരത്തിൻ്റെ ആ ബോഡി ടെമ്പറേച്ചറിന്റെ ബാലൻസിങ്ങിന് വേണ്ടി നമ്മുടെ തലയിൽ എത്ര മുടി വേണമെന്നുള്ളത് കർത്താവ് അറിയും. അതിനെക്കുറിച്ച് ഞാൻ വായിച്ചതിനകത്ത് ആ ചിന്തകൻ പറഞ്ഞിരുന്നത്, ഈ പണ്ട് ഈ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തുണ്ടാകുന്നൊരു കാര്യമാണ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതായത് ഈ തണുപ്പ് സ്ഥലങ്ങളിൽ, തണുപ്പ് ഉള്ള പ്രദേശങ്ങളിൽ ഈ ചക്രവർത്തിയുടെ തൊപ്പിയിൽ എത്ര രോമം വേണമെന്നുള്ളത് വൈദ്യന്മാരാണ് തീരുമാനിക്കുന്നത്. ചക്രവർത്തിയുടെ തൊപ്പി, ചക്രവർത്തി ധരിക്കുന്ന തൊപ്പിയിൽ എത്ര രോമം വേണം, എന്ത് തിക്നെസ്സിലായിരിക്കണം ആ രോമങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് ആരാ തീരുമാനിക്കുന്ന? വൈദ്യന്മാർ. കാര്യം ഇങ്ങനെയുള്ള ബോഡി ടെമ്പറേച്ചർ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതൊക്കെ പരിഗണിച്ചിട്ടാണ് അത് തീരുമാനിക്കുന്നതെന്നാണ് അദ്ദേഹം അതിനകത്ത് ചില ചരിത്ര രേഖകൾ ഉൾപ്പെടെ ആ മനുഷ്യൻ അദ്ദേഹം എഴുതിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചത് ഞാൻ ഓർക്കുന്നു. അത് കണ്ടവർ ഭയങ്കര സന്തോഷത്തിൽ വായിച്ചത്. നമ്മൾ മുഴുവൻ കാഷായിട്ടിയായി കൂട്ടാം എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ നമുക്ക് പരാതി പറയാൻ തോന്നുന്നു, അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്ക് തലയിൽ എത്ര കുളിർമ ഉണ്ടാകണം, എത്ര വാർത്ത് വേണം എന്നുള്ളത് ഇവിടെ നമ്മളെ തീരുമാനിച്ചോളും. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിത്യജീവന് വേണ്ടി നമ്മളെ ഒരുക്കാൻ ഏതൊക്കെ അനുഭവങ്ങളിൽ കൂടി നമ്മളെ കടത്തിവിടണമെന്നുള്ളത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അതനുസരിച്ച് മാത്രമേ ദൈവം നമ്മളെ കടത്തിവിടുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമകരമായ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ നമ്മൾ മടുത്തു പോകരുത്. ദൈവത്തിന്റെ നന്മയെ ചോദ്യം ചെയ്യരുത്. ഗോഡ് ഈസ് ഓൾവേസ് ഗുഡ്. ദൈവം എപ്പോഴും നല്ലവരാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം? അപ്പൊ കർത്താവിന്റെ കയ്യിലോട്ട് അടുത്ത് കേൾക്കണം. കർത്താവ്, ഈ അനുഭവത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ആഗ്രഹിക്കുന്ന മാറ്റം ഉണ്ടോ, അത് എന്നിൽ അവിടുന്ന് നിവർത്തിച്ചോണേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുത്തിരിക്കുകയാണ് നമുക്ക് കാരണീയമായിട്ടുള്ളത്. കേട്ടെ, അങ്ങനെ പറഞ്ഞു പോയതിനു പോലും മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ ഈ പീഡനകാലവും ദൈവം അനുവദിച്ചിട്ടാണ്. മുമ്പ് നമ്മള് മാർമാപ്ലകളുടെ അവര് എന്നോട് പറയുന്ന ആളുകൾ പറഞ്ഞത് അതുപോലെ, ഈ പീഡനകാലം കഴിഞ്ഞാണ് കർത്താവ് വരുന്നതെങ്കിൽ ലോകൈക മരണ സംവിധാനം ഇവിടെ ഉണ്ടായി കഴിഞ്ഞ് 360 ദിവസം വീതമുള്ള 7 വർഷം കഴിയുമ്പോൾ സഭ ചേർക്കപ്പെടും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് സഭ ചേർക്കപ്പെടുന്ന എന്നാണോ നമുക്ക് വേണി പറയാം. ഇപ്പൊ ഈ പറയുന്ന ഓരോ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനൊന്നും വലിയ പ്രാധാന്യമില്ല. കൃത്യമായിട്ട് നമുക്ക് കണക്ക് പറയാം. പക്ഷേ ദൈവത്തിന് എന്താ പറയുന്നത്? നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരും. നിനയാത്ത മത്തായി 24:36, 42 മുതൽ 44 വരെ അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. അത് യഹൂദന്മാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. യഹൂദന്മാരുടെ ഇടയിലെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും മണവാളന് വന്ന് മണവാട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാം. മണവാളിന് എപ്പം വന്നാലും പോകാൻ മണവാട്ടി ഒരുക്കമായിരിക്കണം. അതുകൊണ്ടല്ലേ, അതോ ഒരിക്കലും പ്രതീക്ഷിക്കാത്തപ്പോൾ മണവാളൻ വരും. ഇവൾക്ക് അതിനുള്ള ആ ഗൗരവവും മണവാളന് വരുന്നതിന് ഇവൾ കൊടുക്കുന്ന പ്രാധാന്യവും ഒന്ന് അളക്കുന്നതിനുള്ള ഒരു ഉപാധിയുടെ ആയിട്ടാണ് ഈ വിവാഹ ബന്ധത്തിന് ഈ മണവാട്ടിയുടെ വീട്ടുകാരും എന്ത് ഗൗരവം കൊടുക്കുന്നു എന്നുള്ളത് അളക്കാനുള്ള ഒരു നടപടിയൂടെ ആയിട്ടാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തപ്പോൾ വരുന്നത്. അതുകൊണ്ടല്ല മത്തായി 25 പാതിര കഴിഞ്ഞപ്പോണ്ട് എന്നാ മാന്യതയാണ്. പാതിര കഴിഞ്ഞ് വേണം വരും, അതും മണവാളൻ. പക്ഷേ ഇതിനെന്ത് പ്രാധാന്യം കൊടുക്കുന്നു? സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, സ്തോത്രം, ഇന്ന സമയത്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതിന് 2 ദിവസം മുമ്പ് വരെ നമുക്ക് അടിച്ചു പൊളിച്ച് നടന്നേച്ചു. പിന്നെ ഇല്ല, എന്തോ
നമ്മൾ സമയം അറിയില്ല, നമ്മൾ സമയം അറിയില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളിൽ സ്തോത്രം. എപ്പോഴും ഒരുങ്ങിയിരിക്കാൻ ഇങ്ങനെ ഒരു പറച്ചുള്ളി ക്രൈസിസ് കറേജ് എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. എന്താ ഈ ക്രൈസിസ് കറേജ് എന്ന് പറഞ്ഞാൽ? സാധാരണ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളത് ചെയ്യും. I remember one of our professors telling an incident to explain this. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സ്നേഹിതനും കൂടി ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഒരു വിജനമായ ഒരു സ്ഥലത്തുകൂടി, ഒരു നാട്ടുവഴിയുണ്ട്, ആ നാട്ടുവഴിയിലൂടെ ഇങ്ങനെ പോവുക. നല്ല വെയിലുള്ള കാലം. ഈ നാട്ടുവഴിയിലൂടെ ഇവർ കൂടെയൊക്കെ പിടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവർ സ്നേഹിതനും കൂടി ഇങ്ങനെ പോകുമ്പോൾ ആ വിശാലമായ പറമ്പിൽ ഇനിയൊക്കെ തെങ്ങും പനയൊക്കെ നിൽപ്പുണ്ട്. ഒരു ദൂരേന്നൊരു നിലവിളി, രക്ഷിക്കണേ രക്ഷിക്കണേ, എന്നെ ഒന്ന് സഹായിക്കണേ രക്ഷിക്കണേ എന്നൊരു നിലവിളി. ചെവി വട്ടം പിടിച്ചു. എവിടെ നടാ നോക്കിയപ്പോ ഇന്ന ഭാഗത്ത് ഒരു ഓടി ചെന്നപ്പോ ഒരു കൊന്നത്തെങ്ങിന്റെ 3/4 ഭാഗത്തിന്റെ മുകളിൽ ഒരു മധ്യവയസ്കരായ മനുഷ്യൻ അള്ളിപ്പിടിച്ചിരുന്നുണ്ടാ നിലവിളിക്കുന്നത്, രക്ഷിക്കണേ രക്ഷിക്കണേ. എന്നെ എന്നെ പറ്റി നെഞ്ചുവേരവല്ലോ ഉണ്ടോ? നെഞ്ചുവേരവല്ലോ? ഒന്നുമില്ല. പിന്നെ എന്തായാലും എഴുത്തും, എന്നെ ഒന്ന് ഇറങ്ങാൻ സഹായിക്കണേ, എന്നെ ഒന്ന് ഇറങ്ങാൻ. ഈ ഞങ്ങളെ അധ്യാപകൻ, നീ എങ്ങനെ അവിടെ വരെ കേറിയത്? എടാ, അവിടെ വരെ കേറിയത് നിനക്ക് എന്നെ ഇറങ്ങാൻ പറ്റും? ഉടനെ അതെ, ഞാൻ ഇതിലെ വരികയായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒരു മോട്ടർ, ഒരു പേപ്പട്ടി, ആ പേപ്പട്ടി എന്നെ ഓടിച്ചു. ഞാൻ ജീവനെ പണയം വെച്ചാൽ പാഞ്ഞ് ഓടി വന്നു ഈ ചെങ്ങവലി കയറിയപ്പോ ഞാൻ കയറുമ്പോ അത് മാന്തി കയറി അത് കയറി വരുന്നതനുസരിച്ച് അള്ളിക്കള്ളി വരുന്നതനുസരിച്ച് ഞാൻ മേളോട്ട് കയറി. അത് താഴ്ത്തിയാണ് പിന്നെ കളഞ്ഞു. അത് കുതിച്ച് കയറുമ്പോ എത്രയോ അതനുസരിച്ച് ഞാൻ കയറി മേളോട്ട് കയറി ഇവിടം വരെയായി. എന്നിട്ട് പേപ്പട്ടി പോയില്ലേ, ഒത്തിരി നേരം അത് പോയി. എനിക്ക് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അർത്ഥം കയറിയിട്ട് ദയവ് ചെയ്ത് ഇറങ്ങാൻ അള്ളിപ്പിടിച്ചു പേരുണ്ട് കുറച്ചോണ്ട് പാവിരിക്കുകയാണ്. സ്വാഭാവികമായി സാധാരണയായി ചെയ്യാത്ത ഒരു കാര്യം ഒരു പ്രതിസന്ധി വരുമ്പോൾ മനുഷ്യൻ, ഇറ്റ്സ് കോൾഡ് ക്രൈസിസ് കറേജ്. നമുക്ക് ഈ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഓർക്കുന്നുണ്ട്, 2000 ആണ്ട് കർത്താവ് വരുമെന്ന് ഒരു ചിന്ത പറഞ്ഞോ, എങ്ങനെയൊക്കെയോ ഉണ്ടായി. 2000 ആണ്ട് കർത്താവ് വരുന്ന ചിന്ത എങ്ങനെ ഉണ്ടായിട്ട് എന്റെ മോൻ്റെ അപ്പനെ ഈ ആളുകൾ ഭയങ്കര കൂട്ടായ്മയും എല്ലാം പരിപാടിയായിരുന്നു. 98, 99 ഒക്കെ ആയപ്പോൾ എൻ്റെ പൊന്നു സൗരങ്ങളെ ഞാൻ ഓർക്കുന്നത് ഒരു പൊന്നപ്പനെ എന്തൊരു യോഗങ്ങളൊക്കെ എന്താളാ കൂടുന്നത്, ഭയങ്കര കൂട്ടങ്ങൾ വരിക. ഈ മുമ്പൊക്കെ ഈ കൺവെൻഷനിൽ ചെല്ലും എനിക്ക് ഈ ആദ്യ ദിവസം പ്രസംഗിക്കുന്ന കൂടി ഇഷ്ടമാണ്. കാര്യം സുവിശേഷം ഒന്ന് ലളിതമാക്കാൻ വ്യക്തമാക്കാൻ. പലപ്പോഴും ഈ സംഘാടകനോട്, സാറേ ഇന്ന് സ്നാനം തുടങ്ങിയ വിഷയങ്ങളൊന്നും ദയവ് ചെയ്ത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നാളെ ആളുകളൊന്നും അന്ന് സ്നാനമൊക്കെ പറഞ്ഞ പിന്നെ ആളുകൾ വരികയില്ല. അതിനോടൊക്കെ ഒരു ചെറിയൊരു വിരക്തിയാണ്. മുക്കാൻ നടക്കുക എന്നൊക്കെയുള്ളൊരു ചിന്ത. ശരി, ഞാനൊന്നുമില്ല, ഞാൻ സമ്പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ച് പൂർണ്ണമായി വിശ്വസിക്കുന്നതിനെക്കുറിച്ച് വിശ്വാസത്തിന് ആൻസർ ഉണ്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. ഞാൻ വളരെ ശക്തമായിട്ട് അങ്ങനെ ആ ഭാഗം സ്നാനം എന്ന വാക്ക് പറയാനൊക്കെ ജനങ്ങളുടെ ഒരു ബോധപൂർവ്വം അവരുടെ താല്പര്യത്തെ ആദരിച്ച് ചെയ്തിട്ടുണ്ട്. എന്താ ശ്രദ്ധിക്കണേ, ഒരു 95 ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. മറക്കാനുള്ളതൊരു സംഭവമുണ്ട്. 99 ഡിസംബർ 31 ആരക്കുന്നം എന്നൊരു സ്ഥലമാണ്, എറണാകുളം ജില്ലയുടെ ഉൾഭാഗത്താണ്. അവിടെയുള്ള കൂട്ടായ്മക്കാരെല്ലാവരും കൂടെ കൂടി വലിയൊരു യോഗം വെച്ചു. അന്ന് ഞങ്ങൾ കഞ്ഞിക്കുഴി ഫിലാഡൽഫിയയിൽ കൂടി വരുന്ന കാലം. സൂസനും കുഞ്ഞുങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവർക്ക് വർഷാന്തി യോഗത്തിന് പോകണം. ഞാൻ പറഞ്ഞു ശരി, വർഷാന്തി യോഗത്തിന്. ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ സ്കൂട്ടറുണ്ട്, പോയിട്ട് ഞാനിങ്ങ് വന്നോളാം, കൂട്ടിക്കൊണ്ട് പോകുന്നോളാം. അങ്ങനെ ക്രമീകരിച്ചു. അവിടെ ചെന്നും
അന്ന് ദൈവദിനം ഒരാൾ കൂടെ വരുന്നു. നിയോഗപ്രകാരം ദൈവദിനം വ്യക്തമായിട്ട് പ്രസംഗിച്ചു. സ്നാനത്തിന് വല്ല വോൾട്ടർ കോൾ കൊടുത്തു. ഒത്തിരി പേര് സ്നാനത്തിനൊക്കെ തയ്യാറായി മുമ്പിൽ വന്നു. അവർ മുമ്പോട്ട് വന്ന് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇന്ന് രാത്രി സാറ് വിടണം. അപ്പോൾ ഒരു 9:30 മണി ആയതുകൊണ്ട് രാത്രി എൻ്റെ പൊന്നു ദേവദാസൻ ഇന്ന് രാത്രി സാറ്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി അവിടെ വാക്കുകൾ. 12 മണിയാകുമ്പം കർത്താവ് വന്നെങ്കിൽ അതിന് മുമ്പ് ഉണ്ണിയേക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് പോയി നിൽക്കുള്ളൂ. ഞാൻ പോരുമ്പോൾ അവർ സ്നാനത്തിന് അറേഞ്ച്മെന്റ് പാതിരാത്രി സ്നാനത്തിന് അറേഞ്ച് ചെയ്യുന്ന കണ്ടിച്ചാ പോകുന്നത്. ഈ വെപ്രാളങ്ങാണിയില്. അതുകൊണ്ടാണ് ഈ പിന്നെ ചില ദൈവദാസന്മാരുണ്ട്, എനിക്ക് അവരോട് ഒരുപാട് പിണക്കമില്ല, പക്ഷെ എനിക്ക് ചിലപ്പോൾ സഹതാപം തോന്നിയിട്ടുണ്ട്. എനിക്ക് അവരോട് സ്നേഹമേ ഉള്ളൂ. ഈ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളെ വാരിച്ച് നീട്ടി ഇല്ലാത്ത വ്യാഖ്യാനം അതിനകത്തോട്ട് തിരികെ കയറ്റി കർത്താവിന്റെ വരവ് ഇപ്പോഴാണ് ഇപ്പം നടക്കും. ഞാൻ അവിടെ യുദ്ധം വരുന്ന അത്, ഈ യുദ്ധം വരുന്ന ഇത്, ആ യുദ്ധം ആദ്യം ഇത്. പണ്ട് ഇവിടെ മീൻ ചീഞ്ഞു. അയ്യോ മീൻ ഓർക്കുന്നുണ്ടോ? കുമരകത്തെ കരിമീനൊക്കെ ചീഞ്ഞു. ഓ മീൻ ചീയലായിരുന്നു കർത്താവിന്റെ വരവിന്റെ അടയാളം. ഇപ്പം അത് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്. എന്റെ സൗകര്യങ്ങളെ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇത് ക്രൈസിസ് ക്രൈം. അപ്പം ആളുകൾക്ക് നോ, എന്ന് കർത്താവ് വന്നാൽ ഞാൻ റെഡി. 1000 കൊല്ലം കഴിഞ്ഞേ വരുന്നുള്ളെങ്കിലും ഞാൻ വിശ്രമത്തിന് പോകും. എൻ്റെ തലമുറ അത് ഒരുക്കിയിരിക്കണം. കർത്താവ് ഉടനെ വരികയെന്ന് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ പറയരുത്. ഇപ്പം വരുമെന്നുള്ള പ്രതീക്ഷയിൽ വേണം ജീവിക്കാൻ. സ്തോത്രം. ക്രൈസിസ് കറേജ് ശരിക്കും താല്പര്യമുണ്ടായിട്ടല്ല, ഒരു ഗതികേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു അടിയന്തര നടപടി. ദൈവമല്ലേ നമ്മളെന്താ വിചാരിക്കുന്നത്? സ്തോത്രം. അറിഞ്ഞിട്ടില്ല നിനയാത്ത. അപ്പോൾ പീഡനകാലത്തിന് ഒടുവിലേ വരുള്ളൂ എന്ന് വന്നാൽ എന്ത് പറ്റും? ആ വചനം വൃഥാവിലാവും. മനസ്സിലാവുന്നത് വിശ്വസിക്കട്ടെ. പിന്നെ രണ്ടാമത് പിന്നെ ഒരു കാര്യം, ഈ സഭ പീഡനത്തിൽ കടന്നു പോകുമെന്ന് പറയുന്ന ആളുകൾ പറയുന്ന മുഴുവൻ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ പിന്നെ കഷ്ടം സഹിപ്പാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുന്നതോട് സന്തോഷിക്കുകയും. ഈ വാക്യങ്ങളൊക്കെ എടുത്തിട്ട് ദൈവമക്കൾക്ക് ഇവിടെ കഷ്ടങ്ങളുണ്ട്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്, സുഖലോലുപന്മാരായ ഒരു കൂട്ടം ശുശ്രൂഷകന്മാർ കഷ്ടതയ്ക്ക് മുമ്പ് സഭ ഇവിടുന്ന് ചേർക്കപ്പെടും എന്ന് പാവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എൻ്റെ കൂടെ ഉണ്ടോ എന്ന് എൻ്റെ കയ്യിൽപ്പെട്ട ഇപ്പോഴും പുസ്തകമാണ്. പേര് പൊതുവായതുകൊണ്ട് പരസ്യമായിട്ട് ഞാൻ പറയുന്നില്ല. ചോദിച്ച വ്യക്തിയോട് ചോദിച്ചാൽ പറയാം. ശ്രദ്ധിക്കണേ സ്തോത്രം. അപ്പൊ അവർക്ക് പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പീഡനകാല കഷ്ടതയായിട്ട് അവരങ്ങ് അവതരിപ്പിക്കുക. ഇത് രണ്ടും രണ്ടാം. ദൈവമക്കൾ ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിലെ പങ്കാളിത്തമാണ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാണ്. അതാണ് പൗലോസ് പറയുമ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. കൊലോസ്യർ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് വായിച്ചേ. കൊലോസ്യർ 1:24. കേട്ടോ? അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ വില കുറവുള്ളൂ ഇല്ല. പിന്നെ ഇതായി പറഞ്ഞു എന്ന് പറഞ്ഞത് ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് നീതിമാനായ നീതി കിട്ടവർക്ക് കഷ്ടം അനുഭവിച്ച് നമ്മളെ പിതാവിനോട് അടുപ്പിക്കാം. പിതാവിന് പരിശുദ്ധ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് പാപികളായ മനുഷ്യവർഗത്തെ ആക്കി തീർക്കേണ്ടതിന് നമുക്ക് പകരം കഷ്ടം അനുഭവിച്ചു.
സ്തോത്രം. അത് തികവുള്ളതാണ്. കർത്താവിന്റെ കഷ്ടങ്ങളിൽ ഒരു കുറവുമില്ല, ഒരു കുറവ്. പിന്നെ ഈ കഷ്ടത്തിൽ കുറവാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ദൈവവുമായി അടുപ്പിക്കേണ്ടതിന് കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങളിൽ ഒരു ചെറിയ ഭാഗം മിച്ചം കിടപ്പുണ്ടായി. അത് ആ സുവിശേഷ സന്ദേശം മറ്റുള്ളവർ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ചുമതല. സ്തോത്രം. അത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഒരർത്ഥത്തിൽ പറഞ്ഞ എന്താ കുറവുള്ള. ഞാൻ ഉദാഹരണം പറയാറുണ്ട്. അതായത് ഒരു വിരുന്ന്, പണ്ടത്തെ കാലം ഓർത്ത് നോക്കി, ഒരു വിരുന്നൊരുക്കി, സദ്യ എല്ലാം ഒരുക്കി, മുഴുവൻ കഷ്ടപ്പെട്ട് സദ്യ എല്ലാം ഒരുക്കി വാസിയുവാന്ന് വിചാരിച്ച്. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, നല്ല സഭ യോഗത്തിനും കൂടി സഭാത്തിനും കൂടി രാത്രി മുഴുവൻ ഉറക്കളച്ചിട്ട് ഇതെല്ലാം ഒരുക്കി കഴിയുമ്പോഴത്തേനും മൂന്ന് നിൽക്കാൻ മേല. ഇത് വേണ്ടി കൊടുക്കണം. ഒരു കടുവി താളിക്കാൻ പോലും ഇല്ല, പപ്പടം കാച്ചി വെച്ചിരിക്കുക, എല്ലാം റെഡിയാ, ഒരു കുറവുമില്ല. ഇലയെല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം, എവറിത്തിങ് ഈസ് റെഡി. ബട്ട് യു ഹാവ് ടു, നിങ്ങൾക്കത് സെർവ് ചെയ്ത് കൊടുക്കണം. സെർവ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വെച്ച് കിട്ടുന്നതിനകത്ത് കാര്യമുണ്ടോ? അപ്പോൾ അവരിരുന്നു, ഭക്ഷിക്കാനുള്ളവരിരുന്നു, ഇലയിട്ട് ആ സെർവ് ചെയ്ത് കൊടുക്കുന്നതിന്റെ അധ്വാനം, അത് ഇത് ഒരുക്കിയ അധ്വാനത്തിൽ കുറവുള്ളതാണ്. ഇത് തന്നെയാണ് രക്ഷാമാർഗം ഒരുക്കുന്നതിന് കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങൾക്ക് ഒരു കുറവുമില്ല. അത് കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനായി. അപ്പൊ കഷ്ടാനുഭവങ്ങൾ തന്നെ തികവുള്ളതാണ്. പക്ഷേ ആ സന്ദേശം ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന സുവിശേഷീകരണ യജ്ഞത്തിൽ ഒരു ദൈവവൈദ്യൻ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടം, അധ്വാനം, ചിലപ്പോൾ എതിർപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വരും. പൗലോസ്ലീഹയൊക്കെ സുവിശേഷീകരണത്തിൽ അനുഭവിച്ച കഷ്ടം അതല്ല പൗലോസ് പറയുന്നത്. അതാ പറയുന്നത്, കഷ്ടങ്ങൾ കുറവായുള്ളത്. ഓരോരുത്തർക്ക് എഴുതിയ മീൻസ് രണ്ടാമത്തെ ലേഖനത്തിൽ പൗലോസ് തന്റെ അനുഭവങ്ങൾ, അയ്യോ ഒരു മനുഷ്യൻ ഇത്രയും സഹിക്കാനുള്ളൂ, 1 40 അടി, 3 വട്ടം കോലിന്, ഇതൊക്കെ കൊച്ചു കാര്യമുണ്ട്. 3 രാപ്പകൽ വെള്ളത്തിൽ ഈ കഷ്ടങ്ങളിൽ. അതോ പൗലോസാരാണ് ഒരു ഊപ്പ മനുഷ്യനാണ്, കൊച്ചൊരു മനുഷ്യനാണ്. അതിനെക്കുറിച്ച് പൗലോസിനെ കുറിച്ച് ഉള്ള ചില വർണ്ണനയിൽ ആളുകൾ അതിനെക്കുറിച്ച് രേഖകളുള്ളത്, കാല് രണ്ടും ഇച്ചിരി പുറകോട്ട് വളഞ്ഞു. അങ്ങനെയുള്ള ചില പിള്ളേരില്ലേ, കാല് രണ്ടും മുട്ടിന്റെ ഭാഗം കൊണ്ട് ഇച്ചിരി പുറത്തോട്ട് വളഞ്ഞ് പൂർണ്ണ കഷണ്ടിയായ ഒരു കൊച്ചു മനുഷ്യൻ. അതിന് ഒരു തെളിവ് ബൈബിളിൽ നിന്നും കൂടെ കാണിക്കുന്നത്, ശരീര സന്നിധിയോ നിന്നെ കണ്ട ഒരു കണ്ണി പിടിക്കൽ, കണ്ണി പിടിക്കാനുള്ള ആളത്വം ഇല്ല. തന്നെയാ നമുക്കറിയാമല്ലോ, അരേത രാജാവിന്റെ നാടുവാഴി ദമസ്ക പട്ടണത്തെ കാവൽ കാത്തു ഇവനെ പിടിക്കാൻ. ശിഷ്യന്മാരെന്തോ ചെയ്തു, രാത്രി ഒരു കൊട്ടയ്ക്കകത്താക്കി ജനല് വഴി, കിളിവാതിൽ വഴി ഇറങ്ങി ഒരു കോഴിക്കുഞ്ഞിനെ കൊട്ടയ്ക്കകത്ത് വെച്ച് കൊടുത്തു വിടുന്നു. അത്രേ ഉള്ളൂ. പക്ഷേ അനുഭവിച്ച കഷ്ടങ്ങൾ, ഈ ഒരു ശരീരത്തിൽ ഇതൊക്കെ അനുഭവിക്കാനൊക്കെ ഒന്ന് തോന്നുന്നു. അത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായി, അത് അഭിമാനിക്കണം. അതാണ് തിരുവനന്തപുരത്തിൽ വായിക്കുന്നത്, തിരുനാമത്തിനുവേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാണ്, സന്തോഷിച്ചുകൊണ്ട് നമ്മുടെ വഴിക്ക് പോയി. കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങളിൽ ഒരു ചെറിയ ഓഹരി ലഭിക്കാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അവരെ പാവപ്പെട്ട എൻ്റെ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും അർഹതയില്ലാത്ത ആദരവും ബഹുമാനവും കരുതലും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. തിരിച്ചും തല്ലിക്കൊന്നുപോയി ഓടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ തല്ലിക്കൊന്നുപോയി. ഈ ഭൂമിപ്പെട്ട മിക്കാരും എല്ലാ ആൾക്കാരുടെയും പേര് വിളിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ.
അപ്പോൾ ഉള്ളിൽ എന്താണെന്നറിയോ? ഭയങ്കര സന്തോഷം. ഉള്ളിൽ ഭയങ്കര സന്തോഷം. കാരണം ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിലെ അതാണ് ക്രിസ്തീയ ശ്രേഷ്ഠത. അതിൽ പ്രശംസിക്കണം, അതിൽ സന്തോഷിക്കണം. സ്തോത്രം. എന്നിട്ട് ഇതിന്റെ ഫലമോ സ്തോത്രം. പിന്നെ വായിക്കുന്നുണ്ട് ഫിലിപ്പിയർ 3:15 അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. അതുപോലെ വെളിപ്പാട് 1:9 നമ്മൾ കണ്ടു, അവൻ യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും പങ്കാളി. കേട്ടോ. ഇനി ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട് ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ, യോഹന്നാൻ 16:33. ഇനി ക്രിസ്തീയ കഷ്ടതയുടെ ഫലം എന്താണെന്നറിയാമോ? സന്തോഷം. പ്രവൃത്തി 5:41, 1 പത്രോസ് 3:14, 1 പത്രോസ് 4:13. ഈ വാക്യങ്ങളൊക്കെ വായിച്ചാൽ സന്തോഷിക്കുക. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരഭിമാനം. സ്തോത്രം. എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ച എൻ്റെ കർത്താവിന്റെ കഷ്ടങ്ങളിൽ എനിക്കൊരു പങ്ക് അനുവദിക്കുവാൻ അവിടുത്തെ പ്രസാദമായ കർത്താവ്. അതിൽ അഭിമാനിക്കണം, അതിൽ സന്തോഷിക്കണം. ഇനി അത് പ്രതിഫലങ്ങൾക്ക് കാരണമാവും. 2 കൊരിന്ത്യർ 4:17 അറിയാമല്ലോ. തന്നെയല്ല, ഈ കഷ്ടങ്ങൾ നമ്മളെ രൂപാന്തരപ്പെടുത്തും. എന്താ രൂപാന്തരപ്പെടുത്തുന്ന അറിയാം? റോമർ 5:3-5 വായിച്ചാൽ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നതുമില്ല. ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാ ഹൃദയങ്ങളിൽ. സ്തോത്രം. അതാണ് ക്രിസ്തീയ കഷ്ടതയുടെ ഫലം. സ്തോത്രം. അത് ആത്മീക മൂല്യം വർദ്ധിക്കുന്നു, വളർത്തും. 2 ദിവസം 1:4 വായിച്ചേ. സ്തോത്രം. നമ്മുടെ ആത്മീയ മൂല്യം വർദ്ധിപ്പിക്കും ക്രിസ്തീയ കഷ്ടങ്ങൾ. 2 ദിവസം 1:4 വായിച്ചാൽ കേട്ടോ, പ്രശംസിക്കും. നിങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ നിമിത്തം നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, സഹിഷ്ണുത, വിശ്വാസം. സ്തോത്രം. എന്നാൽ ഈ പീഡനകാല കഷ്ടതയും ഇത് രണ്ടും കണ്ട. പീഡനകാല കഷ്ടതയുടെ ഫലം എന്താണെന്നറിയോ? ഇത് വായിച്ചേ. പീഡനകാല കഷ്ടത എന്താന്ന് ചോദിച്ചാൽ യഹോവ ഭൂവാസികളെ അവിടെ ആകൃതി സന്ദർശിക്കുന്ന കാലമാണ്. യെശയ്യാ 26:20-21 വായിച്ചേ. ചൊല്ലു. കണ്ടോ? യഹോവ ഭൂവാസികളെ അവിടെ അകൃത്യ നിമിത്തം. തൊട്ട് അടുത്ത വാക്യം കണ്ടല്ലോ, എന്റെ ജനമേ വാ വാ, അറകളിൽ കടന്ന് വാതിലടയ്ക്ക, ക്രോധൻ കടന്ന് അല്പനേരത്തിൽ വിളിച്ചിരിക്കും. യഹോവ ഭൂവാസികളെ അവരെ അകത്ത് സന്ദർശിക്കുന്ന സമയം. അതാണ് പീഡനകാല കഷ്ടത. നിങ്ങളവിടെ ഒളിച്ചിരിക്കും. ഭൂവാസികളെ അകൃത്യം സന്ദർശിക്കുന്ന കാലമാണ്. ഇനി അടുത്തത്, അത് പ്രകൃതിയിലെ ഒരു നീതിയാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 5-7 വാക്യങ്ങളൊന്ന് വായിച്ചേക്കാമോ? കേട്ടോ? പീഡനകാലത്തിൽ വെള്ളം രക്തമായപ്പം ജലാധിപതിയായ ദൂതൻ എന്നൊക്കെ പറഞ്ഞാൽ, ഈ നമുക്കറിയാവുന്ന ഹിന്ദു പുരാണങ്ങളിൽ ഭൂമിദേവി, പിന്നെ വരുണൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാമോ? Does the Bible concur to that? ബൈബിൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? Does the Bible attest that idea? No. ശ്രദ്ധിച്ച് പറയാം. അതായത് മനുഷ്യന്റെ ഭൗമിക ജീവിതത്തിന് അനുപേക്ഷണീയമായ വിഭവങ്ങൾ ദൈവം ഒരുക്കിയിരിക്കുന്നത് സംരക്ഷിക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അധികാരപ്പെടുത്തി നിയമിച്ചിരിക്കുകയാണ്.
പിശാച് അവന്റെ പരിപാടി എന്താ? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും നശിപ്പിപ്പാനാണ്. എടാ, ഈ ഭൂമിയിലെ ജലാശയം മുഴുവൻ മലീമസമാക്കിയ പോരെ? മുഴുവൻ മനുഷ്യൻ ചാകുകയല്ലേ? അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഈ വാട്ടർ സോഴ്സസ് അത് മുഴുവൻ സംരക്ഷിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരെ നിയമിച്ചാക്കിയിട്ടുണ്ട്. സ്തോത്രം. അതാണ് ജലാധിപതി. പിന്നെ വേറൊരു ദൂതൻ സൂര്യന് നിൽക്കുന്നു. സൂര്യനെ ചുമതലപ്പെട്ട് ഉണ്ട്. അത് ഭഗവാനല്ല, ആ ദൂതനെ നമ്മൾ വന്ദിക്കുകയും വേണ്ട. ദൈവം ആ വിഭവങ്ങളുടെ പരിപാലനത്തിനായി നിയമിച്ചിരിക്കുന്ന അധികാരികളായ ആത്മജീവികളാണ്. സ്തോത്രം. അല്ലെങ്കിൽ നശിപ്പിച്ചേനെ. ഇപ്പൊ വായുമണ്ഡലം തന്നെ ഇവിടെ പ്രകൃതി എന്നൊക്കെ പറഞ്ഞ ആളുകൾ വേളുണ്ടാകും. ഗുരുത്തക്കേട് കാണിച്ചാ പിന്നെയും പ്രകൃതി എന്ന് പറഞ്ഞ നിലവിളിക്കും. ഈ ഓസോൺ ലെയറൊക്കെ തേഞ്ഞു മാഞ്ഞു പോകാനായി കാർബൺ മോണോക്സൈഡാണ് കാരണം. എന്നാൽ അതിന് വല്ല നിയന്ത്രണം വെക്കാൻ മനുഷ്യന് മനസ്സില്ല. പ്ലാസ്റ്റിക് കത്തിക്കൽ വളരെ കത്തിച്ച് നോക്കും. നോക്കണേ സ്തോത്രം. അപ്പൊ വായു മലീമസമാകാതിരിക്കാൻ 4 കാറ്റും പിടിച്ച 4 ദൂതന്മാർ ഭൂമിയുടെ 4 കോണിലുണ്ട്. അതാണ്. അല്ലാതെ ഇവിടെ ഇവര് പറയുന്ന ഈ സൗരങ്ങളിൽ സത്യത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഈ പാവ സഹോദരങ്ങൾ, എനിക്ക് ഇവരോട് സഹതാപമാണ്. അവര് സകലത്തിന്റെ സൃഷ്ടാവിനെ അല്ല സൃഷ്ടിക്കുക, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് പശുവിനെ ആരാധിക്കും, നദിയെ ആരാധിക്കും. പൊന്നു സോര ആ സൃഷ്ടി ലിംഗാരാധന അപ്പനെ വേണ്ട. അവരത്രേ കാണുന്നുള്ളൂ. ഇതിന്റെ സകലത്തിന്റെയും കാരണഭൂതനായ പരിശുദ്ധ ദൈവത്തോടുള്ള ബന്ധം തിരിച്ചു പോകുന്നില്ല. ഈ ലോകത്തിന് ദൈവം ഓരോ മനസ്സങ്ങൾ കുരുടാക്കി വെച്ചിരിക്കുക. ദൈവം നമ്മളോട് കരുണ കാണിച്ചു. നമുക്ക് ഈ വെളിച്ചം തന്നതിൽ നാം സന്തോഷിക്കണം. അവരോട് സഹതാപം തോന്നി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞാൽ എടുക്കാത്തൊരു സ്ഥിതിയിൽ അവരുടെ മനസ്സങ്ങ് കുരുടായിരിക്കും. അവരോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ദുഷ്ടനെ ശാസിക്കണേ, ഞങ്ങളുടെ സഹോദരങ്ങളെ വിടുവിക്കണേ, അന്ധതയിൽ അവര് നാണ്ടുപോകരുതേ. പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇനി ഇത് നോഹയുടെ കാലം പോലെയാണ്. അതായത് പ്രകൃതിയിൽ ഒരു നീതി ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഈ പ്രകൃതിയിലെ നീതി നടക്കുന്നത് കൊണ്ട് അന്ത്യന്യായം ഇല്ലെന്ന് വരുന്നില്ല. അതാണ് സോദോം ഗോമോറായിൽ ആകാശത്ത് തീയും ഗന്ധവും പെയ്ത് അവരെ നശിപ്പിച്ചു. ആദ്യം കൂടി ശിക്ഷ വേണോ? അവിടെ കൊണ്ട് തീർന്നില്ല, വരുന്നുണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചേക്കണം. ആണോ? സോദോമിനും ഗോമോരിനും ന്യായ ദിവസം വരും. അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ കഫർനഹൂമിന് കിട്ടുന്നതിനേക്കാൾ കുറവായിരിക്കും. അപ്പൊ അവരുടെ മേൽ തീയും ഗന്ധവും വർഷിച്ച് പ്രകൃതിയിലെ നീതിയാ. അപ്പൊ പീഡനകാല കഷ്ടങ്ങൾ പ്രകൃതിയിലെ നീതിയുടെ ഒരു ഭാഗമാണ്. അതാ ജനാധിപതിയായ ദൂതൻ പറയുന്നത്. സ്തോത്രം. ഇനി നോഹയുടെ കാലം പോലെയാണെന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-ാം കർത്താവ് നമുക്കറിയാമല്ലോ. അതിന് പോകുന്നതുകൊണ്ട് ഇനി വേഗം അങ്ങ് മുമ്പോട്ട് പോയിക്കോട്ടെ. എന്നാൽ ഇനി അതിന്റെ ഫലമോ, പീഡനകാല കഷ്ടത്തിന്റെ ഫലമോ, ക്രിസ്തീയ കഷ്ടത്തിന്റെ ഫലം നമുക്ക് രൂപാന്തരം, നമുക്ക് സന്തോഷം, നമുക്ക് പ്രതിഫലം. നോക്കണേ, അതാണ് നമ്മൾ ആത്മീയവർത്തന പ്രാപിക്കുന്നു.
പക്ഷേ പീഡനകാല കക്ഷിയുടെ പറയുന്നത് എന്താ അറിയോ? വാക്യം വായിച്ചേക്കാമോ? വെളിപ്പാട് 16:9. അതിലൊന്ന് കേട്ടോ. 21 വായിച്ചേര്. ദൂഷിച്ചു. നോക്കണേ, ഹൃദയം കഠിനമായി. അടുത്ത ദൈവദൂഷണം പറഞ്ഞു, ദൈവത്തെ ദുഷിക്കുക. അപ്പൊ പീഡനകാല കഷ്ടത്തിന്റെ ഫലം ഇതാ. ക്രിസ്തീയ കഷ്ടത്തിന്റെ ഫലം നമ്മൾ കണ്ടു. ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ പീഡനകാല കഷ്ടതയിൽ ദൈവസഭയ്ക്ക് പങ്കില്ല. ഇത്രയൊക്കെ തെളിവ് പോലെ. എതിരായി വല്ലതും നിങ്ങളുടെ മനസ്സിൽ വരുന്നെങ്കിൽ പറ, നമുക്ക് പുസ്തകത്തിൽ നോക്കാം. പ്രമുഖനായ ചില ചിന്തകന്മാരാണ് ഇതിന് വിരുദ്ധമായിട്ടൊക്കെ പറയുന്നത്. അവർക്ക് സംഭവിച്ച ഇതാ കൺഫ്യൂഷൻ. അത് രണ്ടും കൂടെ സൗരങ്ങളി ഈ ദിവസങ്ങളിലുണ്ട്. കാഹളം ഒരുക്കത്തോടെ ഇരിക്കാം. നമുക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കാം. സമയം പോയത് എൻ്റെ വാക്യം ഉപസംഹരിച്ചോട്ടെ. സ്തോത്രം. അപ്പോൾ ഇനി പീഡനകാലം എന്തിനാണ്, ആ കഷ്ടം എന്തിനാണെന്നുള്ളത് ചോദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് ചുരുക്കമായിട്ട് ചിന്തിച്ച് അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പോൾ സ്തോത്രം. സഭ അന്നിവിടില്ല. 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയുള്ള ഭാഗത്ത് ഈ കഷ്ടങ്ങൾ അരങ്ങേറുമ്പോൾ സഭയെ നമ്മളിവിടെ കാണുന്നില്ല. അന്ന് സഭ കർത്താവിനോട് കൂടെയാണ്. മുമ്പേ ഉദാഹരണം പോലെ പറഞ്ഞ പോലെ രാജാവിന്റെ മകളുടെ കല്യാണമെല്ലാം ഭംഗിയായി എടുക്കുക. അപ്പൊ അന്നേരം വരെ പൊളിച്ചു കളയെന്ന് പറഞ്ഞ പോലെ ഈ ഭൂമി മുഴുവൻ വെന്തുരുവും. മൂലപദാർത്ഥങ്ങൾ വരെ കത്തിയായി. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കനുസരിച്ച് പ്രതികൂലം കൊടുത്തു, ഹിസാബ് തീർത്ത്, കണക്ക് തീർത്തു. ദൈവത്തിന്റെ കാര്യപരിപാടി ദൈവസഭ. നമ്മൾ എന്ത് വിചാരിക്കണം? ദൈവസഭ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ എത്ര പ്രധാനമാണ്. നമുക്കത് വലിയ പ്രധാനമല്ല. അങ്ങനെയായിരുന്നു നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെടുക, കർത്താവിനെ സ്നേഹിക്കുക, സ്തോത്രം, ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാകുക, സ്തോത്രം, യോഗ്യതയുടെ ഒരു മണവാട്ടിയായി ഒരുക്കപ്പെടുക. അതാ കർത്താവ് പറയുന്നത്. എനിക്ക് യോഗ്യനല്ല, അയ്യോ എനിക്ക് യോഗ്യനല്ല. ഇവിടെ എങ്ങനെയെങ്കിലും ആള് കൂട്ടാൻ ആളുകൾ വ്യഗ്രതപ്പെടുകയാണ്. ഏറ്റവും കൂടുതൽ അണികളുള്ളവർ ഏറ്റവും വലിയ വിജയികളായ ശുശ്രൂഷകന്മാരെന്നാണ് പൊതുവിടുന്നത്. അങ്ങനല്ല. ഏറ്റവും മൂല്യമുള്ള, മറ്റവരെ കുറിച്ച് എന്താ പറയുന്നത് അറിയാമോ? മതത്തിൽ ചേർക്കാൻ കടൽ വരെ തപ്പ് നടക്കുന്നത് ചേർന്ന് ശേഷം ഇരട്ടിച്ചത് അറിയുകയാണ്. സത്യം പറഞ്ഞു കൊടുക്കാതെ, കർത്താവിനെ സ്നേഹിക്കാൻ അവരെ പ്രബോധിപ്പിക്കാതെ, അവരെ നിത്യത്തിന് വേണ്ടി ഒരുക്കാതെ, അവരെ കൂട്ടിക്കൊണ്ട് നടന്ന് അവരുടെ നന്മയെ അനുഭവിച്ച് അവരെ ഒരു മൂഢസ്വർഗത്തിലാക്കി ഏറിയ നരക വിധിക്ക് അവരെ ഒരുക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്. സത്യം പറഞ്ഞു കൊടുത്ത് വചനപ്രകാരം കർത്താവിന് വേണ്ടി മണവാട്ടിയായി ഒരുക്കുവാൻ ദൈവസഭകൾ മുതിരണം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മളാലാവോളം ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു മണവാട്ടി എന്ന നിലയിൽ സഭ ഒരുക്കപ്പെടുന്നതിന് നമുക്കും പ്രാർത്ഥനയാലും പ്രബോധനങ്ങളാലും മാതൃക ജീവിതത്താലും നമുക്ക് ഉത്സാഹിക്കാം. കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ.